ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും സുഖാണോ? എല്ലാവർക്കും എന്നെ കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ് മാം, കേൾക്കുന്നുണ്ട്. ഹൗ ആർ യു ഷിംല മാം? ഹൗ ആർ യു? ഫൈൻ, അൽഹംദുലില്ലാ. താങ്ക് യു സോ മച്ച് എവരിബഡി. വെൽക്കം ടു റെറ്റോറി എജു ഹബ്. ഇന്ന് റെറ്റോറി എജു ഹബ് ഒരു സ്പെഷ്യൽ വെബിനാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് കുറച്ച് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ലെറ്റ് മീ എക്സ്പ്ലെയിൻ. റെറ്റോറി എജു ഹബ് ഒരു ഓൺലൈൻ സ്കിൽ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമാണ് ത്രൂ വിച്ച് യു ഗെറ്റ് പെയ്ഡ് ആൻഡ് ഫ്രീ സെഷൻസ്. ഒരുപാട് കോഴ്സസ് ഉണ്ട് വിച്ച് റെറ്റോറി എജു ഹബ് ഇസ് കണ്ടക്ടിങ്. ഇന്ന് ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ വെബിനാർ ഇൻ കൊളാബറേഷൻ വിത്ത് ദ ബെസ്റ്റ് സെല്ലർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറേ പേരൊക്കെ ഏകദേശം നമ്മളുടെ സ്റ്റുഡൻസ് ഒക്കെയാണ്. സോ മോസ്റ്റ് ഓഫ് പീപ്പിൾ നോ us. Still, this is Laila Naseem, a personal impact coach and co-founder of Retorio Edu Hub. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ പറയട്ടെ, എല്ലാവരും പബ്ലിക് സ്പീക്കിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് അതൊക്കെ ഒരു വേദിയിൽ കയറി നിന്ന് സംസാരിക്കുന്നവർ പഠിക്കുന്ന ഒരു സംഭവം അല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മളുടെ ഒക്കെ മനസ്സിൻ്റെ അകത്ത്. പക്ഷെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും ഇല്ലെങ്കിൽ ജോലി ഇല്ലാത്തവരായാലും വീട്ടിലുള്ളവരായാലും ആരായാലും നിങ്ങളിൽ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് വേർഷൻ ആണെങ്കിൽ ഈ ഒരു സ്കില്ല് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ടോപ്പിക് ഇസ് ഓൺ ദാറ്റ്, മാസ്റ്ററിങ് സ്പീക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ടീം ദ ബെസ്റ്റ് സെല്ലർ. എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ഒരു കയ്യടിയൊക്കെ കൊടുത്തേ, നോക്കട്ടെ എത്ര പവർ ഉണ്ടെന്ന്. നോക്കട്ടെ, ചാറ്റ് ബോക്സ് യൂസ് ചെയ്യോ? ഹലോ, കേൾക്കുന്നുണ്ടോ? നോ, ആരുമില്ല. എല്ലാവരും ജോലി കഴിഞ്ഞതിന്റെ ക്ഷീണത്തിലാണോ? ചാറ്റ് ബോക്സിൽ ഒരു കയ്യടിയൊക്കെ കൊടുക്കുമോ? ഒരു പൂച്ചുണ്ട്, സംതിങ് ലൈക്ക് ദാറ്റ്. ഫയർ. ആ, ഉണ്ടല്ലേ എല്ലാവരും. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷേന മാം, താങ്ക് യു. അപ്പോൾ ഞാൻ ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് അത് കിടക്കാം. ഓക്കെ, ആദ്യം ലെറ്റ് മീ വെൽക്കം ദ ടീം ബെസ്റ്റ് സെല്ലർ. ബെസ്റ്റ് സെല്ലർ ഒരു ലീഡർഷിപ്പ് ബേസ്ഡ് very powerful platform which is focused on mastering sales strategies and business excellence. Okay, അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം വെൽക്കം ചെയ്യേണ്ടത് ഷെഫീഖ് സാറിനെയാണ്. ഷെഫീഖ് സാറ് എവിടെയാണ്? കോഴിക്കോടുകാരനാണ്. ഇവിടെ എത്ര പേരുണ്ട് കോഴിക്കോടുള്ളവര്? ഒരുപാട് പേരുണ്ടാവും അല്ലേ? എനിബഡി ഫ്രം കോഴിക്കോട്? ജസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് പവറിലേക്ക് കൊണ്ടുവരാനാണ് കേട്ടോ. എനിബഡി ഫ്രം കോഴിക്കോട്? ഉഷാറാട്ടെ. നോബഡി ഈസ് എനിവേ കമ്മിങ് ഓൺ സ്ക്രീൻ. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യോ? ആ, ആരത്? ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂട്ടോ. മാക്സിമം എല്ലാവരും വീഡിയോയിലേക്കും വരണം. സോ ഫസ്റ്റ് ഐ വെൽക്കം ഷെഫീഖ്, മിസ്റ്റർ ഷെഫീഖ് കത്രമ്മൽ. കോഴിക്കോടുകാരനാണ്. ഒരു ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ട്രെയിനർ, മെന്റർ ആൻഡ് കോച്ചാണ്. 16 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഏകദേശം 1000കണക്കിന് ട്രെയിനിങ് പ്രോഗ്രാംസ് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കിട്ടിയിരിക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് I'm feeling so overwhelmed to welcome him. ഒട്ടും സമയം കളയാതെ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ഷെഫീഖ് കത്രമ്മൽ. ഓവർ ടു യു സർ. കേൾക്കുന്നുണ്ടോ സർ? താങ്ക് യു വെരി മച്ച്. കേൾക്കാമല്ലോ? യെസ് ക്ലിയർ അല്ലേ? ഹാപ്പി അല്ലേ? അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10-12 പേരാണ് ഇപ്പോൾ നമ്മുടെ ടീം അല്ലാതെ ജോയിൻ ചെയ്തിട്ടുള്ളത്. കവിത, വടപൂർ കവിത ഉണ്ടോ? യെസ്, ഓക്കെ, ഫൈൻ, താങ്ക് യു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് റിട്ടോറിയ എജു ഹബ് എന്ന് പറയുന്ന ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള, നമുക്ക് കൂടെ കൂട്ടാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ കൂടെ കൂടാൻ തോന്നുന്ന ഒരു വിഭാഗം, ഒരു ടീം. എല്ലാവരെയും നമ്മൾ കൂടെ കൂട്ടൂല, എല്ലാവരുടെ കൂടെ നമ്മൾ പോകില്ല. പക്ഷേ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫീലിനെ മനസ്സിലാക്കുന്ന, ഇമോഷൻ മനസ്സിലാക്കുന്ന, എന്തോ നമുക്ക് തരുന്ന ഒരു ടീമാണ് റെട്ടോറിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലരും സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞു, കുറേ കാലമായിട്ട് നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നതും അവരുടെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതും ആ ഒരു ഹാപ്പിനെസ് നിലനിർത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒരു സംശയവുമില്ല, റെട്ടോറിയയുടെ കൂടെ കണ്ടെത്താതെ മൈൻഡ് ചെയ്യാതെ പോയിരുന്ന ചില സംഗതികളെ, ചില ഗോൾഡിനെ നമ്മൾ മൈൻഡ് ചെയ്ത് എടുക്കുന്നുണ്ടാവും. ആ കനി
കനിയിൽ നമ്മൾ ഖനനം ചെയ്തെടുക്കുന്നുണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബിക്കോസ് ഐ നോ ദാറ്റ് ലൈല ആൻഡ് റസീന ബോത്ത് ഓഫ് ദം കൺഗ്രാജുലേറ്റ് ബോത്ത് ഓഫ് ദം ഫോർ ദെയർ ആക്ടിവിറ്റീസ്. ഒരുപാട് ജീവിതത്തിലേക്ക് ഇനിയും വെളിച്ചം വീശാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ല് വളരെ പബ്ലിക് സ്പീക്കിംഗ് ഇഷ്ടമുള്ളവരൊന്ന് ഒന്ന് കൈയൊന്ന് ഉയർത്തു, ഒന്ന് തമ്പോ, ഒന്ന് കൈയടിക്കുക, യെസ് എന്ന് പറയുക, എന്തെങ്കിലും ഒന്ന്. പബ്ലിക് സ്പീക്കിംഗ്, ആളുകളുടെ മുന്നിൽ എണീറ്റ് ഒന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് തോന്നുന്നവരൊന്ന് കൈവെക്കുകയോ. ഷബാനത്ത്, റൈറ്റ്, യെസ്, ഷബാനത്ത്. വേറെ ആരാ? ഒരാൾക്ക് മാത്രമേ താല്പര്യമുള്ളൂ. ഒരാൾ ആളുകളുടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, റംഷീന മാം. ആ സംശയം. പിന്നെ ആയിക്കോട്ടെ. പിന്നെ എന്തായാലും അതൊരു ഇൻട്രസ്റ്റഡ് ഏരിയ ആണ്. നമ്മൾ ഈ പിന്നെ ടി വി ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് അന്ന് തോന്നിയിരുന്നു എനിക്കൊരു ആങ്കർ ആവണം, എനിക്കൊരു ന്യൂസ് റീഡർ ആവണം. വർഷങ്ങൾക്ക് മുമ്പുള്ള ന്യൂസ് റീഡിംഗ് എന്ന് പറയുന്ന സാധനമല്ല ഇപ്പം ഉള്ളത്. അന്നത്തെ ന്യൂസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ പേപ്പർ ഇങ്ങനെ മാറ്റി വെക്കുക. നമുക്ക് ശരിക്കും ദൂരദർശനിലുള്ളൊരു പേപ്പർ വെച്ചുള്ളൊരു വായന നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. രാത്രി 7 മണിക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഹേമലത, അതുപോലെ തന്നെ നമ്മൾക്ക് ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണിത്. ഹേമലത, അതുപോലെ ബാലകൃഷ്ണൻ, ഇവരെ കണ്ടവർ ലൈഫിൽ ഇവരെ കണ്ടിട്ടുള്ള ഏകദേശം ഒരു 40 ലെവൽ 35-40 ലെവലിലുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ 30K പോലുള്ള ആൾക്കാരായിരിക്കും അവരെ കണ്ടിട്ടുണ്ടാകുക. ആ ഒരു അതിനെ ആസ്വദിക്കേണ്ടി വന്ന ആളുകൾ, അതിനെയും ആസ്വദിക്കാൻ അവസരം ഉണ്ടായവർ എന്ന് വേണേൽ പറയാം. ഇപ്പോൾ AI കാലഘട്ടത്തിൽ നിൽക്കാനും അതേ സമയത്ത് അതിനെ ആസ്വദിക്കാനും ഭാഗ്യം ഉണ്ടായ നമ്മൾ. അപ്പോൾ ബാലകൃഷ്ണനും ഹേമലതയും വായിച്ച ആ ഒരു ന്യൂസ് ഇങ്ങനെ പേപ്പർ ഇങ്ങനെ മാറ്റി വെച്ച് വായിച്ചത് കണ്ടവരാണ് നമ്മൾ. അന്ന് അവരെ പോലെ ന്യൂസ് വായിക്കുക, ആ ന്യൂസ് വായിക്കുന്നതിന് നമുക്ക് വേറൊരു പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇന്ന് ഇപ്പോൾ ഹാഷ്മി അല്ലെങ്കിൽ അരുൺകുമാർ അവർ ന്യൂസ് വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ന്യൂസ് പ്രസന്റ് ചെയ്യാണ്, ന്യൂസ് പ്രസന്റർ ആണ്, ന്യൂസ് റീഡർ അല്ല, ന്യൂസ് പ്രസന്റിംഗ് ആണ്. എന്നിട്ട് അവർ പലതുമായിട്ട് ഓൺ സ്പോട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അഥവാ പബ്ലിക് സ്പീക്കിംഗ് അതിന്റെ വേറൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആങ്കറിങ് എന്ന് പറയുന്ന ഒരു സാധനത്തെ ആയിരക്കണക്കിന് ആളുകളെ ഒരേ സമയം സ്വാധീനിച്ച് തന്റെ വോയിസ് എന്ന് പറയുന്ന ചെറിയൊരു പേടകത്തിലേക്ക് എല്ലാവരും ഇങ്ങനെ ഇടിച്ചു കയറ്റി കൊണ്ട് നടക്കുകയാണ് മണിക്കൂറുകളോളം ആളുകൾ. അത് ചെറിയൊരു സ്കില്ലല്ല. അത് ഏത് രാജ്യത്തിന്റെ എവിടെ പോയി കഴിഞ്ഞാലും അതെ. വലിയ സ്പീക്കേഴ്സിനൊക്കെ നോക്കുന്ന സമയത്തും അത് തന്നെയാണ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരമാണ് ലോകത്ത് സ്പീക്കിംഗ് ഉള്ളത്. ഒന്ന്, റിട്ടോറിയ വർക്ക് ചെയ്യുന്നത് ആദ്യത്തേലാണ് ഇന്റേണൽ സ്പീക്കിംഗ് എന്ന് പറയുന്ന സാധനം. എന്ന് വെച്ചാൽ ഞാൻ എന്നോടുള്ള സംസാരം. ആദ്യം നന്നാവേണ്ടത് ഞാൻ എന്നോടുള്ള സംസാരമാണ്. അത് ഒന്നാമത്തെ സംസാരം. അതാണ് ഇന്റേണൽ സ്പീക്കിംഗ് എന്ന് പറയുന്ന സാധനം. ഞാൻ എന്നോട് എന്ത് പറയുന്നു, അത് ചിലപ്പോൾ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഓരോ സമയത്തും എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 40,000 ടൈംസ് വി ആർ സ്പീക്കിംഗ് ടു അവർസെൽവ്സ് എന്നൊരു കണക്ക് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1000-ഓളം തീരുമാനങ്ങൾ എടുക്കുന്നു എന്നും പറയുന്ന ഒരു സൈക്കോളജി ഉണ്ട്. അപ്പം ഇന്റേണലായിട്ട് സംസാരിക്കുക എന്നുള്ളത് ഒന്നാമത്തത്. രണ്ടാമത്തത് പബ്ലിക് സ്പീക്കിംഗ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ അയൽവാസിയോട് സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് സംസാരിക്കുന്നത്, ഇതൊക്കെ പബ്ലിക് സ്പീക്കിംഗ് ആണ്. കാരണം പുറത്തുള്ള ആളുകളോടുള്ള സംസാരങ്ങളൊക്കെയും പബ്ലിക് സ്പീക്കിംഗ് ആണ്. 2 പേരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നതും ഒരു 50 പേരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നതും 100 പേരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നതും സംഗതി ഒറ്റ സംഗതി എന്നാണ് പറയാനുള്ളത്. അത് പറയുന്നതിൽ നമ്മൾക്കുള്ള തെറ്റിദ്ധാരണ ഉണ്ട്. അതിനനുസരിച്ച് വേറെ ഏതോ ഒരു സ്കില്ല് നമ്മൾക്ക് എംബഡ് ചെയ്യേണ്ടതുള്ളത് വെറുതെയാണ്. നിങ്ങൾ ഒരാളോട് സംസാരിക്കാനുള്ള അതേ സംഗതി അതേ എനർജിയിൽ നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങൾക്ക് അവസരങ്ങളും ഉണ്ടെങ്കിൽ ഈ 100 പേരുടെയും 1000 പേരുടെയും മുന്നിൽ തന്നെ സംസാരിക്കാവുന്നതേ ഉള്ളൂ. PM ഗഫൂർ എന്ന് പറയുന്ന മനുഷ്യൻ സംസാരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. 2 പേരോട് അല്ലെങ്കിൽ ഒരാളോട് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെയാണ് അദ്ദേഹം സംസാരിക്കുക. പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഒരു ആർട്ട് തന്നെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിങ്ങിൽ എന്ന് വെച്ചാൽ അതിന് വേറൊരു ഇവന്റ് ആവേണ്ട കാര്യമൊന്നുമില്ല, വേറൊരാളായി മാറേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്കുള്ള ആ ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബട്ട് വി നീഡ് ഓപ്പർച്യൂണിറ്റീസ്. സ്കൂൾ സാറിനോട് ഇപ്പൊ ചെറിയ പിള്ളേരാണെന്നുണ്ടോ, ഇതിപ്പോ 9ാം ക്ലാസ് 10ാം ക്ലാസ് +1 പഠിക്കുന്ന പിള്ളേരായിക്കോട്ടെ, ദേ ആർ നോട്ട് ഹാവിങ് മച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇൻ സ്കൂൾ. സ്കൂളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് അത്രയും വലിയ സിലബസ് ആണ് അവർക്ക് തീർക്കാനുള്ളത്. അത്രയും വലിയ സിലബസ് ആരാ ഉണ്ടാക്കുന്നത് അറിയോ? ഞാൻ ജീവിക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലുള്ള ഏറ്റവും നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളായിരിക്കണം സിലബസ് ഉണ്ടാക്കുന്നത്. അവർ എക്സ്പേർട്ട് ആയിരിക്കും. അഥവാ എൻ്റെ തലമുറയേക്കാൾ മിനിമം 2 തലമുറ മുമ്പ് ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എക്സ്പേർട്ട് എന്ന് പറയാം. അല്ലാതെ ഒരാൾ എക്സ്പേർട്ട് ആവില്ലല്ലോ. അപ്പൊ അയാൾ എക്സ്പേർട്ട് ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും എൻ്റെ തലമുറയെ തിരിച്ചറിയാനും പറ്റാത്ത ഒരാളായിരിക്കും ചുരുക്കത്തിൽ എനിക്കുള്ള സിലബസ് സെറ്റ് ചെയ്യുന്നത്. അഥവാ
നമ്മൾ ഓരോരുത്തരും നമ്മൾക്കുള്ള ഇൻഡിവിജ്വൽ സിലബസ് സെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾക്കുള്ള സിലബസ് പോരാ. എനിക്കുള്ള സിലബസ് ഞാൻ സെറ്റ് ചെയ്യണം. അതിന് ഞാൻ എന്നെ അറിയണം. എനിക്ക് ഏത് സ്കില്ലാണ് വേണ്ടതെന്ന് അറിയണം. ഏത് മേഖലയിൽ ഏത് ഹാബിറ്റാണ് ഞാൻ മാറ്റേണ്ടത് എന്ന് ഞാൻ അറിയണം. സോ നമ്മൾ ആദ്യം നമ്മെ അറിഞ്ഞിട്ട് നമുക്കുള്ള സിലബസുകളിലേക്ക് വരണം. അതിന് സ്കൂൾസ് ആർ നോട്ട് ഏബിൾ ടു പ്രൊവൈഡ്, കോളേജസ് ആർ നോട്ട് ഏബിൾ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ്. ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോഴാണ് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. ഒരു തലമുടി വെട്ടിപ്പടിക്കാൻ തല വിട്ടാത്തിടത്തോളം കാലം ഹി വോണ്ട് ബി എ ഗുഡ് ബാർബർ. തലക്ക് പകരം വെക്കാൻ ലോകത്തൊരു സാധനമില്ല. തല തന്നെ കിട്ടണം. മനുഷ്യന്റെ തല ഇമോഷനുള്ള ബ്രെയിനിന്റെ മുകളിലുള്ള തലമുടി തന്നെ കിട്ടണം വെട്ടിപ്പടിക്കണമെങ്കിൽ. അവസരം കിട്ടണം. ബട്ട് എനിക്ക് ആരവസരം തരാൻ? ബട്ട് there is a solution. നമ്മൾ അവസാനം പറയാം. ഇന്റേണൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ക്യാമറയിൽ വരാൻ പറ്റുന്നവരൊക്കെ ക്യാമറയിലേക്ക് വരൂ. രസല്ലേ? എനർജറ്റിക് പബ്ലിക് സ്പീക്കേഴ്സ്. അപ്പൊ നമ്മുടെ ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാബിറ്റിലും ആറ്റിറ്റ്യൂഡിലും ഒക്കെ മാറ്റം ഉണ്ടാവും. ലൈഫിൽ ഒരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്താൽ അല്ലെങ്കിൽ അതിനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കും, നമ്മുടെ ഹാബിറ്റിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. സോ വൺ ഓഫ് ദ സ്കിൽസ്, ഒരു സംശയമില്ല, നമ്മുടെ ഹാബിറ്റിലും ആറ്റിറ്റ്യൂഡിലും ഒക്കെ മാറ്റം ഉണ്ടാക്കുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്കിൽ ദാറ്റ് വി ഹാവ് ടു ഡെവലപ്പ് ഇൻ അവർസെൽഫ്, ദാറ്റ് ഈസ് പബ്ലിക് സ്പീക്കിംഗ്. അവസരങ്ങൾ തരണം, അവസരങ്ങൾ തരും. ആത്മവിശ്വാസത്തിലാണ് നമ്മളൊക്കെ കളിക്കുക. വേറുള്ളവന്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് നമ്മൾ. തടിച്ചവരോട് പറയും തടിച്ചിട്ടാണല്ലോ, കുട്ടികളില്ലെങ്കിൽ പറയും കുട്ടികളില്ലാത്തതിന് പറഞ്ഞ് വേദനിപ്പിക്കും, അതിൽ ആനന്ദം കണ്ടെത്തും. മെലിഞ്ഞിട്ടാണെങ്കിൽ മെലിഞ്ഞതിനെ പറ്റി പറഞ്ഞ് ബോഡി ഷെയ്മിങ് അറിയാതെ ചെയ്തു പോകുന്നവരാണ് നമ്മൾ. ഹൈറ്റ് കുറഞ്ഞ ആളോട് അത് പറയും. അത് പറയുന്നതിന് പകരം നമ്മൾക്ക് മാറണം, ഹാബിറ്റിൽ മാറ്റം വരുത്തണം, ഫീലിങ്സ് മനസ്സിലാക്കണം, ആളുകളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കണം. ഞാൻ എൻ്റെ ബ്രെയിനിൽ വരുന്ന തോട്ട്സിനെ ഏറ്റവും നല്ല രൂപത്തിൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റണം. അതിന് യു നീഡ് ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങളാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. സോ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ പറയുന്നു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കണ്ടന്റ് വേണ്ടേ ചോദിച്ചിട്ട് കാര്യമില്ല, എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. ഹോട്ടലുകളിൽ പല തരത്തിൽ അതിനെന്ത് ചെയ്യുന്നു. ഒരു പൊറോട്ട ആയിരിക്കും, പൊറോട്ട പല സ്ഥലത്തും പല രീതിയിലാണ് സെർവ് ചെയ്യുന്നത്. ഹൗ ടു സെർവ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഹൗ ടു സെർവ്. ഓരോ സ്റ്റുഡൻസിന്റെ മുന്നിൽ എൻ്റെ മുന്നിലുള്ള ആൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ഹൗ ടു എന്നൊരു ചോദ്യത്തിന് ഉത്തരമായി, എങ്ങനെയാണ് ഞാനത് പ്രസന്റ് ചെയ്യേണ്ടത്, ഈ ഒരു ടോപ്പിക്കിന് ഞാൻ എങ്ങനെ പറയണം. ആ ഹൗ എന്നതിന്റെ ചോദ്യത്തിന് നമ്മൾ ഇപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൽ നിന്നും എങ്ങോട്ടേക്കാണ് മാറേണ്ടത് എന്നുള്ളൊരു ചിന്തയിലേക്കാണ് നമ്മൾ വരേണ്ടത്. അതിന് ഇപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അതിന് മിനിമം ഒരു 3 ഓപ്പർച്യൂണിറ്റി നമ്മൾ തരും, അവസരങ്ങൾ തരും, സൊല്യൂഷൻ ഉണ്ട്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും സൊല്യൂഷൻസ് ഉണ്ട്. അതേക്കുറിച്ച് അവസാനം പറയും. എന്തായാലും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സ്പീക്കർ ഈസ് നോട്ട് മെയ്ഡ്, സ്പീക്കർ ഈസ് മെയ്ഡ്, നോട്ട് ബോൺ. ജനിച്ച ഉടനെ സ്പീക്കർ ആയവരല്ല സ്പീക്കേഴ്സ്. എനിക്ക് സംസാരിക്കണം എന്ന് വെച്ച് സംസാരിച്ച് ആളുകൾ ഇനി ഇവിടുന്ന് മിണ്ടരുത്, എഴുന്നേറ്റ് നിൽക്കരുത്, എഴുന്നേറ്റ് നിന്ന സ്ഥലത്ത് എണീറ്റ് പോയിക്കൊള്ളണം. അയ്യോ അവൻ എണീറ്റ് നിന്നിട്ടുണ്ട്, ഇനി ഞാൻ അവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റം കേട്ട് അവസാനം ഹി വിൽ ബി എ മാസ്റ്റർ ഓൺ ദ സ്റ്റേജ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് അവൻ എത്തും. അതിനെ ആറ്റിറ്റ്യൂഡിനെ സെറ്റ് ചെയ്യണം. ചില തെറാപ്പികളിലൂടെ, ചില ആക്ടിവിറ്റീസിലൂടെ നമ്മൾ സംസാരിക്കുന്ന അത്ഭുതങ്ങൾ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമ്മൾക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റുന്ന അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്പീക്കർ ഈസ് മെയ്ഡ്, നോട്ട് ബോൺ. ഒരിക്കലും ഒരു സ്പീക്കറെ ജനിച്ച ഉടനെ സ്പീക്കറായി മാറിയതല്ല, മറിച്ച് അയാള് സ്വയം വളർത്തിയെടുത്തതാണ്.
വളർത്താനുള്ള അവസരം തരും. വളരാനും വളർത്താനും നമുക്ക് കൂടെ നിൽക്കാം, ഒന്നിച്ചു നിൽക്കാം, ഇനിയും കാണാം. വളരെ സന്തോഷം ഫോർ ബീങ് ഹിയർ ആൻഡ് താങ്ക് യു സോ മച്ച്. ഏകദേശം 29 പാർട്ടിസിപ്പൻസ് ഉണ്ട്. പലരും പകുതി കുറച്ച് കഴിഞ്ഞ ശേഷമൊക്കെ ജോയിൻ ചെയ്തതായിരിക്കും. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ഷഫീഖ് അത്തർമൽ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ഹിയർ. താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ സച്ച് മോട്ടിവേറ്റിംഗ് വേർഡ്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ, പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം. അതുകൊണ്ടാണ് ഇറ്റ്സ് കോൾഡ് സ്കിൽ. നെക്സ്റ്റ് വി ഹാവ് an amazing trainer, Mr. Tahir. He is also from Kozhikode, a dynamic leadership trainer. He is the director of the bestseller. നമുക്ക് ഒട്ടും സമയം കളയാതെ let's go directly for him. Tahir sir, over to you for the session. താങ്ക് യു സോ മച്ച്. ഓഡിബിൾ അല്ലേ? audible ആണ്. ഷഫീഖ് സാറ് പറഞ്ഞ ഒരു കോട്ടിൽ വെച്ച് തുടങ്ങാൻ തോന്നുന്നുണ്ട്. ദ സ്പീക്കേഴ്സ് ആർ മെയ്ഡ് നോട്ട് ബോൺ. എക്സാക്ട്ലി നമുക്കിപ്പം പലപ്പോഴും ഈ കലാകാരന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ചിലപ്പോൾ പാട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചിത്രകാരന്മാരായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മൾ പറയാം ബോൺ ആർട്ടിസ്റ്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. പൊതുവെ അത്തരം സാധനങ്ങളൊക്കെ അവരുടെ ജന്മന ഉണ്ടാവുന്ന ചില കഴിവുകൾ കൂടി വെച്ചിട്ടാണ് അതുണ്ടാവുക. നമ്മൾ എത്ര പഠിക്കാൻ നോക്കിയാലും അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ എക്സൽ ചെയ്യാൻ പറ്റും, പക്ഷെ ആ ഒരു അതിന്റെ ഒരു രീതിയെ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു സംഗതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എക്സൽ ചെയ്യാൻ പറ്റും. പക്ഷെ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രാക്ടീസിലൂടെ അതിനുവേണ്ടി പണിയെടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. സോ നമ്മൾ ബെസ്റ്റ് സെല്ലർ നേരത്തെ നമ്മുടെ ലൈല മാം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. സോ എനിക്ക് തോന്നുന്നു അതും കൂടി മെൻഷൻ ചെയ്ത് പോകണമെന്നുണ്ട്. നമ്മൾ ബെസ്റ്റ് സെല്ലർ ഈ ബിസിനസ് ഓൺടർപ്രണേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് സപ്പോർട്ട് നൽകുന്ന ഒരു ഫേമാണ് ശരിക്കും ബെസ്റ്റ് സെല്ലർ. അപ്പം ബെസ്റ്റ് സെല്ലർ പൊതുവെ നമ്മൾ ഇതുവരെയായിട്ട് പബ്ലിക്കിന് ആക്സസ് നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നില്ല. കാര്യം നമ്മൾ ഓൺടർപ്രണേഴ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവരുമായിട്ടാണ് നമ്മളെ ഡീലിങ്സ് കംപ്ലീറ്റ്. പക്ഷെ എങ്ങനെ ഒരു പബ്ലിക്കിന് അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത ആളുകളെ എങ്ങനെ നമുക്ക് ബെസ്റ്റ് സെല്ലറുമായിട്ട് ബന്ധപ്പെടുത്താം എന്നുള്ളൊരു തോട്ടിന്റെ പുറത്താണ് ദ പബ്ലിക് സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് സെല്ലറിന്റെ ഒരു പ്രോഗ്രാം നമുക്ക് കണ്ടക്ട് ചെയ്യാമെന്നും എന്നുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തുന്നത്. സോ അങ്ങനെ നമ്മൾ കോഴിക്കോട് വളരെ വിജയകരമായി നമ്മൾ കോഴിക്കോട് നടത്തി. സോ അതിനുശേഷം നമുക്ക് കോഴിക്കോട് മാറി കണ്ണൂർ നമുക്ക് നടത്തണം എന്നുള്ളൊരു തോട്ട് വന്ന സമയത്ത് നമുക്ക് ആ ഭാഗത്ത് ആരുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് റിട്ടോറിയയുമായി നമ്മൾ കണക്ട് ആവുന്നതും അങ്ങനെ നമ്മൾ കൊളാബ് ചെയ്യുന്നതും സത്യത്തിൽ. സോ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഭാഗങ്ങളിൽ അല്ലെങ്കിൽ കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിലൊക്കെ പബ്ലിക് സ്പീക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രോഗ്രാമുകൾ പലതുമായിട്ട് നടക്കാറുണ്ട്. പക്ഷെ കണ്ണൂർ ഭാഗങ്ങളിൽ അത്രത്തോളം നമ്മൾ കേൾക്കാറില്ല. നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ അത്രത്തോളം കേൾക്കാറില്ല. അപ്പം ആ കണ്ണൂർ ഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളൊരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ആളുകൾക്ക് എങ്ങനെ നമ്മൾ ഉപകാരപ്പെടുത്താം എന്നുള്ളൊരു ഇതിന്റെ പുറമെയാണ്, ആ ഒരു തോട്ടിന്റെ പുറത്താണ് ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലുള്ള ആളുകളുള്ള ഒരു ഫേമുമായിട്ട് നമ്മൾ സഹകരിക്കുന്നു. ആ രീതിയിൽ നമ്മൾ പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യുന്നു എന്നുള്ള ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. എനിവേയ്സ്, ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സ്കില്ല് തന്നെയാണ്. അത് പറയുന്ന സമയത്ത് നമുക്കറിയാം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഈ പ്രോഗ്രാമുകളിൽ ബിഹൈൻഡ് ദ സ്ക്രീനിൽ പ്രവർത്തിക്കുന്ന മരിച്ചു പണിയെടുക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ അവസാനം ആ പ്രോഗ്രാം കഴിയുമ്പോൾ അവിടെയുള്ള ആളുകളുടെ മനസ്സിലുണ്ടാവുക ഉറപ്പായിട്ടും ആ ബിഹൈൻഡ് ദ സീൻ പണിയെടുത്തവരായിരിക്കില്ല സാധാരണഗതിയിൽ. അവരുടെ മനസ്സിലുണ്ടാവുക, ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുടെ മനസ്സിലുണ്ടാവുക സ്റ്റേജിൽ പ്രസൻസ് ഉള്ള, ആ സ്റ്റേജിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിട്ടുള്ള, ആ സ്റ്റേജിൽ ഏറ്റവും നന്നായി സംസാരിച്ചിട്ടുള്ള ആളുകളാണ് അവരുടെ മനസ്സിലുണ്ടാവുക. അതിന്റെ ഏറ്റവും ഒരു സിമ്പിൾ ഉദാഹരണം ഈ അടുത്ത് നടന്നൊരു സംഗതി. എൻ്റെ ഒരു കുടുംബ സംഗമം നടക്കുകയാണ്.
കുടുംബസംഗമത്തിന്റെ ഫുൾ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത്, അതിന്റെ പുറകിൽ പണിയെടുക്കുന്നത് എൻ്റെ എളാപ്പമാരും വയസ്സായ ആളുകളും ഒക്കെയാണ് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. അവര് നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ആളുകളൊക്കെ സംഘടിപ്പിക്കുന്നു, അവർക്ക് വേണ്ട ഭക്ഷണം അറേഞ്ച് ചെയ്യിക്കുന്നു, സകലതും ചെയ്യിക്കുന്നു. പക്ഷേ ആ പ്രോഗ്രാം രാവിലെ 9 മണി മുതൽ 5 മണി വരെ നടക്കുന്ന പ്രോഗ്രാമില് വന്ന ആളുകൾ, എൻ്റെ ഒക്കെ അകന്ന ബന്ധങ്ങളിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുടെയൊക്കെ മനസ്സിൽ, അല്ലെങ്കിൽ അവരെല്ലാരും കണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അത് ഞാനായിരിക്കും. കാര്യം 9 മണി മുതൽ 5 മണി വരെ ആ സ്റ്റേജിൽ നിന്ന് അത് ആങ്കർ ചെയ്ത ഒരാൾ എന്നുള്ള നിലക്ക്, ഒരു നിമിഷം പോലും സ്റ്റേജിന്റെ അടുത്തുനിന്ന് മാറാത്ത ഒരാൾ എന്നുള്ള നിലക്ക് എന്നെ അവർക്ക് ഓർമ്മയുണ്ട്. ഒരുപക്ഷെ അവിടെ വന്ന ബാക്കിയുള്ളവർക്കൊക്കെ കുറെ പേരൊക്കെ ചിലപ്പം പരിചയപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷെ എനിക്ക് അത്രയും പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ വന്നിട്ടുള്ള ഓരോ ആളുകളുടെയും മനസ്സിൽ എൻ്റെ മുഖമുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സോ അത് തന്നെയാണ് ആ രീതിയിൽ ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന രീതിയിൽ, ആ രീതിയിൽ ആളുകളുടെ മനസ്സിൽ എന്നെന്നും നിലനിൽക്കുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ നമുക്ക് അറിയാം, നമ്മളൊരു ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിൽ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. പ്രത്യേകിച്ച് 2 രീതിയിലാണ് ആളുകൾ ഉള്ളത്. ഒന്ന്, സംസാരിക്കാൻ തീരെ അറിയാത്ത ആളുകളുണ്ട്. രണ്ടൊരു വിഭാഗം ഉള്ളത്. ഞാനൊക്കെ ആദ്യ സമയങ്ങളിൽ, എന്റെയൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഞാൻ ആ ഗണത്തിൽ പെടുന്ന ആളായിരുന്നു. എനിക്ക് സംസാരിക്കാൻ പറ്റും, പക്ഷെ എപ്പോ നിർത്തണം എന്ന് എനിക്കറിയില്ല, എങ്ങനെ നിർത്തണം എന്നറിയില്ല. പലപ്പോഴും ഞാൻ ആ സമയങ്ങളിലൊക്കെ, എന്റെയൊക്കെ ചെറുപ്പകാലത്ത്, എന്റെയൊക്കെ ഒരു 7 8 വയസ്സ് മുതൽ നമ്മൾ പല സംഘടനകളിലും പല കാര്യങ്ങളിലായിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട് ഒരു പേപ്പർ കഷ്ണം എത്താത്ത എൻ്റെ ഒരു പ്രോഗ്രാം പോലും ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇതൊന്ന് നിർത്തി തരുമോ എന്ന് ചോദിച്ചത്. സോ ആ രീതിയിൽ 2 രീതിയിലുള്ള ആളുകളാണ് പബ്ലിക് സ്പീക്കിങ്ങുമായിട്ട് ഉള്ളത്. ഒന്ന്, എങ്ങനെ സംസാരിക്കണം എന്നറിയാത്ത ആളുകൾ. 2, എങ്ങനെ നിർത്തണം എന്നറിയാത്ത ആളുകൾ. സോ അവർക്ക് വേണ്ടിയാണ് അവരെ നമ്മള് അവരെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ അവർക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുക. സംസാരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറാൻ മടിയില്ലാത്ത ആളുകൾക്ക് അതിനൊരു സ്ട്രക്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുള്ള മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വോയിസ് മോഡുലേഷൻ ആണ്. ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ചില കഥകൾ പറയുന്ന സമയത്ത്, ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ രഹസ്യം പറയുന്നത് പോലെയല്ല നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളുടെ, നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മളൊരു സദസ്സിലിരിക്കുമ്പോൾ ഒരാളോട് നമ്മളൊരു രഹസ്യം പറയുന്നത് പോലെയല്ല ഉറപ്പായിട്ടും നമ്മൾ കുറച്ചപ്പുറമുള്ള ആളുകളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ സംസാരിക്കുന്നത് ഒരു സങ്കടകരമായ ഒരു കാര്യമാണ് എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു കഥയാണ്. കഥ എങ്ങനെയാണ്? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൾ, അവളുടെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്ന് പറയുന്നത് മുടിയാണ്. ആ മുടി കാണാൻ വളരെ ഭംഗിയാണ്. ആ മുടി അവൾ ഒരു ദിവസം സ്കൂൾ വിട്ട് വന്ന ഉടനെ അവളുടെ വീട്ടുകാരോട് അവൾ പറയാണ്, അമ്മ അച്ഛ എനിക്ക് ഈ മുടി വെട്ടണം എന്ന് പറയാണ്. അങ്ങനെ അവരത് സമ്മതിക്കുന്നില്ല. അവസാനം അവളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ആ മുടി വെട്ടിക്കുന്നു. അപ്പൊ പിറ്റേന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തിനാണ് ഇവർക്ക് ഈ മുടി വെട്ടേണ്ടി വന്നത്, അല്ലെങ്കിൽ വെട്ടാൻ ഈ മകൾ നിർബന്ധിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് അറിയുന്നത്, തന്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി ക്യാൻസർ ബാധിച്ച് മുടിയില്ലാതെ നിൽക്കുന്ന സമയത്ത് അവനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുടി അവൾ കളഞ്ഞത് എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. വളരെ നോർമലായി ഞാനിത് പറയുന്ന സമയത്തേക്ക് നമുക്ക് ഇതിൽ എന്തൊക്കെയോ മിസ്സിംഗ് ഉള്ളത് പോലെയോ, നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതേ സ്ഥാനത്ത് അത് മാറ്റിയിട്ട്, ഒരു മകൾ ഉണ്ടായിരുന്നു, അവള് കാണാൻ സുന്ദരിയായിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് ഒരു ദിവസം വീട്ടിലെത്തിയിട്ട് തൻ്റെ വീട്ടിലുള്ളവരോട് രാത്രി ഇങ്ങനെ ഭക്ഷണം കഴിച്ച് അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ മകളും ഇങ്ങനെ അച്ഛനോടും അമ്മയോട് പറയാണ്, അമ്മ അച്ഛാ എനിക്കെന്റെ മുടിയൊന്ന് വെട്ടണം എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ അച്ഛനും അമ്മയും ഞെട്ടി. കാര്യം
അത്രക്ക് ഭംഗിയുള്ള മുടിയാണ് അവളുടേത്. ആ മുടിയാണ് അവള് വെട്ടണം എന്ന് പറയുന്നത്. സ്വാഭാവികമായും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യത്തെ നമ്മൾ ഈ രീതിയിൽ നമ്മള് വോയിസിനെ നമ്മൾ കൃത്യമായി മോഡുലേറ്റ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ അത് നൽകുന്ന ഇമ്പാക്റ്റ് വളരെ വ്യത്യാസമാണ്. നിങ്ങളൊരു കഥ പറയാണ്, നിങ്ങൾ ഒരു സംഭവം പറയാണ്, ആ സമയത്ത് നമ്മളിങ്ങനെ വോയിസ് ഇങ്ങനെ മോഡുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നൽകുന്ന ഇമ്പാക്റ്റ് വളരെ വ്യത്യാസമാണ്. ആ നൽകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് എന്നുള്ളതാണ്. സോ പലപ്പോഴും നമുക്ക് മാം എനിക്കൊരു സ്ക്രീൻ ഷെയർ ചെയ്യാവോ? സാറിനെ കോ-ഹോസ്റ്റ് ആക്കിയിട്ടുണ്ടേ. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് അതിന്റെ ഒരു ഉദാഹരണം എന്നുള്ള നിലക്കൊരു ഒരു വീഡിയോ കാണിക്കുകയാണ്. ഒരു പക്ഷെ നിങ്ങൾ കണ്ടതായിരിക്കാം. എന്നിരുന്നാലും നമുക്കൊന്ന് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രസംഗത്തിന്റെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ്. അതിന്റെ ഓഡിയോ കിട്ടുന്നുണ്ടോ? ഒന്ന് പറയാവോ? ഇല്ല, ഷെയറിങ് വിട്ടുപോയല്ലോ. ഷെയർ ചെയ്ത സമയത്ത് ഓഡിയോ കിട്ടിയിരുന്നു. ഓടിയില്ല. ഫൈൻ, വിട്ടേക്ക്. നമ്മൾ കണ്ട പരിചയമുള്ള ഒരു പക്ഷെ നമ്മൾ കാണാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോ ഒരു പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. സിനിമ ചിരിമ എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ വേദിയിൽ വെച്ചിട്ട് ഒരു നമ്മുടെ നിയാസ് ബക്കർ എന്ന് പറയുന്ന ആള് അവതരിപ്പിച്ച് കാണിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എങ്ങനെ സംസാരിക്കണം എന്നറിയാതെ ആദ്യമായി സ്റ്റേജിൽ കയറുന്ന ഒരാളുടെ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയില് കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ നെർവസ് ആയി, വളരെ ഒന്നും സംസാരിക്കാൻ പറ്റാതെ എന്തൊക്കെയോ സംസാരിച്ചു പോകുന്ന ഒരാളുടെ ഒരു ആക്റ്റാണ് ശരിക്കും അത്. സോ അത് കണ്ടു നോക്കുമ്പോൾ നമുക്കറിയാം ഒരാൾ എങ്ങനെ ആവരുത് എന്നുള്ളതിനെ കുറിച്ചാണ് സത്യത്തിൽ ആ വീഡിയോ ഉള്ളത്. സോ ആ ഒരു രീതിയൊക്കെ മാറി നമുക്ക് കൃത്യമായി നമ്മുടെ ആളുകളുടെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളെ വോയിസ് മോഡുലേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, പലപ്പോഴും നമ്മളെ ഈ ഇത്തരത്തിൽ നമ്മൾ പ്രസംഗിക്കുന്നതിൽ നിന്ന് നമ്മളെ വിലക്കുന്ന ഒരു കാര്യം, അല്ലെ നമ്മൾ ഒരു പഠനത്തിൽ പറയുന്നത് ലോകത്ത് പേടികളുടെ ഒരു പഠനം നടന്നു. എന്ത് പേടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ളത് എന്നുള്ളത്, ഭയം എന്നുള്ളതിനെ കുറിച്ചൊരു പഠനം നടക്കുകയാണ്. ആ പഠനത്തില് നമുക്ക് മരണഭയം തുടങ്ങിയിട്ടുള്ള സകല ഭയങ്ങളും ഉണ്ട്. പക്ഷേ അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന, നമ്മൾ സ്റ്റേജിൽ കയറാൻ നമ്മൾ പേടിക്കുന്ന ആ പേടിയാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ വിചിത്രവുമാണ്. എന്നാൽ നമുക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും കൂടിയാണ്. സോ മരണഭയത്തെക്കാളൊക്കെ പേടിയുള്ളതാണ് സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത്, സഭാകമ്പം എന്ന് പറയുന്നത്. സോ അതിനെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്, അതിനെയാണ് നമ്മൾ തിരുത്തേണ്ടത്. അത് ഉറപ്പായിട്ടും ഒരിക്കലും സുകുമാർ അഴീക്കോട് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. എനിക്കും അത്രയും സ്റ്റേജുകൾ കവർ ചെയ്ത ആള് പോലും ആദ്യമായി സ്റ്റേജിൽ കയറുന്ന സമയത്ത് ആ ഒരു പേടി ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേടി ഇല്ലാതിരിക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷേ അത് എത്ര നേരം നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ അത് ചില ആളുകൾക്ക് 2 സെക്കൻഡോ അല്ലെങ്കിൽ 5 സെക്കൻഡോ അല്ലെങ്കിൽ 10 സെക്കൻഡോ, അത് ചിലപ്പോൾ 1 മിനിറ്റ് വരെ ആവാം. പക്ഷെ പ്രശ്നം 1 മിനിറ്റാണ് നമുക്ക് സംസാരിക്കാനുള്ളത് എങ്കിൽ, ഒരു ഫെലിസിറ്റേഷന് വേണ്ടിയിട്ട് നമ്മളെ ക്ഷണിക്കുകയാണ് എങ്കിൽ
ആ 1 മിനിറ്റ് നമ്മൾ ആ പേടിയുമായി നിന്നാൽ പണി പാളും, സംശയമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമില് നന്ദി പറയാൻ വേണ്ടിയിട്ട് ഒരാളെ ക്ഷണിച്ചു. എനിക്കറിയാവുന്ന ഒരാളെ ക്ഷണിച്ചു. നോക്കുന്ന സമയത്ത് അവര് കൃത്യമായി എഴുതി, അവര് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ട്, ആദ്യമായിട്ടാണ് അവർ ഒരു സ്റ്റേജിൽ കയറുന്നത്. അവർ കൃത്യമായി എഴുതി, നോട്ട് എഴുതി വെച്ചിട്ടാണ് അവർ കയറിയിട്ടുള്ളത്. പക്ഷേ ആ സദസ്സിലുള്ളവരൊക്കെ കുറെ നേരം ഇരുന്ന് ചിരിക്കുന്ന രീതിയിലേക്ക് ആ പ്രസംഗം മാറി എന്നുള്ളതാണ്. അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാൾ, അത്യാവശ്യം അവരുടെ മേഖലയിൽ ഏറ്റവും നന്നായിട്ട് കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ സ്റ്റേജിൽ കയറിയപ്പോ, അതും നന്ദി പറയാൻ വേണ്ടി സ്റ്റേജിൽ കയറിയ സമയത്ത് ഒരു കോമിക്കിനെ പോലെ ആളുകൾക്ക് തോന്നി. അല്ലാതെ അവര് പറഞ്ഞതിലുള്ള തമാശ വെച്ചിട്ടല്ല, അവര് പറഞ്ഞതിലെ മണ്ടത്തരങ്ങൾ ആലോചിച്ച്, അല്ലെങ്കിൽ അത് കേട്ട് അവർ ചിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി. ആ സ്ഥിതിയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അങ്ങനെ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെ വോയിസ് മോഡുലേഷൻ. അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ആദ്യം വേണ്ടത്, അതിനേക്കാളൊക്കെ നമുക്ക് വേണ്ടത്, നമുക്ക് അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ഷെഫീഖ് സാർ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് സ്കിപ്പ് ചെയ്ത് പോയത്, പക്ഷെ ഒന്ന് മെൻഷൻ ചെയ്ത് പോകണമെന്ന് തോന്നുന്നു. നമുക്ക് അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നതും അവസരങ്ങളാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം നേരത്തെ ഷെഫീഖ് സാർ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്, തല വെട്ടിപ്പടിക്കുക എന്നുള്ളത്. വെട്ടിപ്പടിക്കാൻ വേണ്ട കുറച്ച് തലകൾ നമുക്ക് വേണ്ടതുണ്ട്. അത് ഉറപ്പായിട്ട് ഒരു പബ്ലിക് വേദി ആവരുത് എന്നുള്ളതാണ്. അതിനു മുമ്പ് ചില വേദികൾ നമുക്ക് ആവശ്യമുണ്ട്. അത് കിട്ടാതെ നമ്മളൊരു വേദിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വലിയ കളിയാക്കലുകൾക്ക്, വലിയ പരിഹാസ ചിരികൾക്ക് ഒരു പക്ഷെ നമ്മൾ ഇടയാവും. ഉറപ്പായിട്ടും ആ ചിരിക്കുന്ന ആളുകളുടെ ഒരാളോട് ജസ്റ്റ് അങ്ങനെ നിങ്ങൾ ചിരിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് വരി എന്ന് പറഞ്ഞാൽ അവിടെ തീരും അവരെ ചിരി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ചിരിയിലേക്ക് നമ്മൾ മാറും, അവരുടെ ചിരിക്ക് നമ്മൾ പാത്രമാവും എന്നുള്ളതാണ്. സോ നമുക്ക് അവസരങ്ങൾ ഉണ്ടാവുക, നമുക്ക് വെട്ടിപ്പടിക്കാൻ ചില ഡമ്മി തലകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു അവസരം ഒരുക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഉറപ്പായിട്ട് അവസാനം കവിത മാം പറയും. അത്തരത്തിൽ ചില ഡമ്മി തലകൾ നമുക്ക് ആവശ്യമുണ്ട്. ദെൻ ഞാൻ പറഞ്ഞു, ഒരു പ്രസംഗത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് ഒന്ന് വോയിസ് മോഡുലേഷനാണ്. മറ്റൊന്ന്, ഇപ്പം ഇവിടെ ലൈല മാമിന്റെ സ്ക്രീൻ ഇങ്ങനെ നമ്മൾ കാണുന്ന സമയത്ത് ലൈല മാം എപ്പോഴും ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ നമ്മള് ഒരു വളരെ ഗൗരവത്തിൽ ഇരിക്കുന്ന സമയത്ത് ആളുകൾക്ക് അത് കാണാൻ പറ്റില്ല, കുറെ നേരം അവർക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് നമ്മൾ സംസാരിക്കുന്ന സമയം അത്രയും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നമ്മൾ സംസാരിക്കുകയും ചില ഗൗരവതരമായ വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, ഈ ഇസ്രായേലും ഇറാനുമായുള്ള യുദ്ധത്തിൽ ഒരു ഫോട്ടോ ഞാൻ കണ്ടു. ആ ഫോട്ടോ ഒരു കുഞ്ഞ് അവരുടെ കൈ നഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു ചിത്രമാണത് കാണുന്നത്. വല്ലാത്ത വേദന എന്റെ മനസ്സിലുണ്ടാക്കി. ആ സമയത്ത് നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്നാൽ ആളുകൾ ഉറപ്പായിട്ടും ചിരിക്കും, അല്ലെങ്കിൽ ആളുകൾ കളിയാക്കും, അല്ലെങ്കിൽ ആളുകൾ ദേഷ്യപ്പെടും. സോ നമ്മൾ എവിടെ ചിരിക്കണം എന്നുള്ളതും നമ്മൾ എവിടെ സെൻഡ് ചെയ്യണം എന്നുള്ളതും നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. സോ ഉറപ്പായിട്ടും നമ്മളെ വോയിസ് മോഡുലേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനപ്പുറത്തേക്ക് നമ്മളുടെ ചിരി, നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊന്ന്, ഈ നമ്മൾ ഓൺലൈൻ മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും നമുക്കൊരു ഓഡിയൻസിനെ മുഴുവൻ നമുക്ക് നോക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു വേദിയിലേക്ക് പോകുന്ന സമയത്ത് ഒരാളുടെ മുഖത്ത് തന്നെ നമ്മൾ നോക്കി നിന്ന് നമ്മളൊരു 10 മിനിറ്റ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഉണ്ടാവുന്ന ഒരു അൺകംഫർട്ട് എത്രത്തോളായിരിക്കും. നിങ്ങളെ തന്നെ നോക്കി നിന്ന്, ഇപ്പൊ ഷെഫീഖ് സാറെ പോലെയുള്ള ഒരാൾ, ഫോർ എക്സാമ്പിൾ ഷെഫീഖ് സാറെ പോലെയുള്ള ഒരാൾ കോട്ടൊക്കെ ഇട്ട് വന്നിട്ട് നിങ്ങളെ തന്നെ നോക്കിയിട്ട് ഇല്ലേ, ഇങ്ങത് പിന്നെ നമ്മള് അന്ന് അവിടെ അങ്ങനെ സംഭവിച്ചു, അന്ന് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഒരാളെ മാത്രം നോക്കി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അൺകംഫർട്ട് എന്താണ്? അത് മാറി. അതുമല്ല, അവിടെ ഒരു 100 ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ 100 ആളുകളോടുമാണ് നമ്മൾ സംസാരിക്കുന്നത്.
100 ആളുകൾക്ക് ഫീൽ ചെയ്യേണ്ടതുണ്ട് ഞാൻ ആ 100 ആളുകളോടുമാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ എന്നോടാണ്, അല്ലെങ്കിൽ അവരെന്നോടാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ. സോ ആ രീതിയിൽ നമ്മുടെ നോട്ടത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. അതിന് പറയാറുള്ളത് ഇങ്ങനെയാണ്: നമ്മുടെ മൊത്തം ഹാളിനെ ഒരു 4ആക്കി നമ്മൾ വിഭജിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ 4 ഭാഗത്തേക്കും കുറെ ആളുകൾ ഉണ്ടെങ്കിൽ ആ 4 ഭാഗത്തേക്ക് നമ്മളുടെ കണ്ണുകൾ നമ്മളിങ്ങനെ മൂവ് ചെയ്യുക എന്നുള്ളതാണ് പറയാറുള്ളത്. സോ ആ രീതിയിൽ നമ്മൾ നമ്മുടെ നോട്ടത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ദെൻ പിന്നുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ കൈ കെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യാം? കുറെ കാര്യങ്ങൾ ചിലപ്പോൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ അതിങ്ങനെ കൈകെട്ടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തായിരിക്കും ഫീൽ ചെയ്യുക? വളരെ ലേസി ആയിട്ടുള്ള ഒരാൾ, ഇത് അയാളുടെ പണിയല്ല എന്നുള്ളതാണ് ഫീൽ ചെയ്യുക. അതേ സ്ഥാനത്ത് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എന്നാൽ ചില ആളുകളുണ്ട്, മുമ്പൊക്കെ നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇതേപോലെ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് ആരോ പറഞ്ഞു ഇങ്ങനെ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് കൃത്യമായി ഞാൻ ഏത് സ്റ്റേജിൽ വെച്ചിട്ടാണ്, ഏത് പരിപാടിയിൽ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നുള്ള എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് അവസാനം വരെ ഈ ആക്ഷനാണ് കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. എന്തിനാണ് എന്നുള്ളത് പടച്ചോൻ അറിയാം എന്നുള്ള രീതിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പിന്നെ അവസാനം പറഞ്ഞു നിർത്തുമ്പോഴും ആ ആക്ഷൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. സോ ആക്ഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കഥാപ്രസംഗങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ കഥാപ്രസംഗങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് അത് അങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്ന സമയത്ത് കൈ അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മളുടെ നോട്ടം അങ്ങോട്ട് എത്തുക. സോ നമ്മൾ ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മളുടെ ആംഗ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ആ രീതിയിൽ നമ്മളുടെ ജെസ്റ്റേഴ്സിനെ ആളുകൾക്ക് ആ ഓരോ വാക്കിനും പറ്റുന്ന രീതിയിലേക്ക് നമ്മളുടെ ജെസ്റ്റേഴ്സിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്, ജെസ്റ്റേഴ്സിനെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ദെൻ നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് നമുക്ക് അറിയാം, ഒരു തുടക്കവും നമ്മൾ പറയാറുള്ളത് നമ്മളൊരു പിന്നെ വിമാനത്തിന്റെ ഒരു യാത്ര പോലെ, ഒരു ടേക്ക് ഓഫ്, ദെൻ ഓട്ടോ പൈലറ്റ്, ദെൻ ലാൻഡിങ് എന്ന് പറഞ്ഞിട്ട് 3 രീതിയിലാണ് നമ്മളുടെ പ്രസംഗത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത് എന്ന് പറയാറുണ്ട്. ഒരു ടേക്ക് ഓഫ് ഉണ്ടാവണം. ടേക്ക് ഓഫ് ഉണ്ടാവുമ്പോ നമുക്കറിയാം, നമ്മള് റൺവേയിലേക്ക് വിമാനം എത്തിയിട്ട് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഏറ്റവും ത്രസ്റ്റ് കൊടുത്തിട്ടാണ്, ഏറ്റവും പവർ കൊടുത്തിട്ടാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഏറ്റവും പവറിലാണ് പിന്നെ വിമാനം പോകുന്നത്. അത് കഴിഞ്ഞ് വളരെ നോർമലായിട്ട് പോകുന്നു. എന്നാൽ ഇടക്ക് ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് താഴ്ത്തുന്നു, ജസ്റ്റ് ഒന്ന് പൊക്കുന്നു, ആ രീതിയിൽ അങ്ങനെ പോകുന്നു. ദെൻ പിന്നീട് വളരെ സ്മൂത്തായി എന്നാൽ വളരെ പവർഫുള്ളായി എതിരെ വരുന്ന കാറ്റിനോട് മല്ലടിച്ചുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായി എന്നാൽ വളരെ പവർഫുൾ ആയിട്ട് അത് ലാൻഡ് ചെയ്യുന്നു. ആ രീതിയിലായിരിക്കണം നമ്മളുടെ പ്രസംഗത്തെ, നമ്മുടെ സംസാരത്തെ, പ്രസംഗം എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ സംസാരത്തെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. സോ പലപ്പോഴും പറയാറുണ്ട്, ഞാനിപ്പം ഇന്ന് തന്നെ ഇപ്പൊ ഷെഫീഖ് സാറ് ഞാൻ ഇന്ന് തന്നെ തുടങ്ങിയിട്ടുള്ള ഷെഫീഖ് സാറ് പറഞ്ഞ ആ ഒരു കോട്ട് തന്നെ എടുത്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഒരു കോട്ട് കൊണ്ട്, അല്ലെങ്കിൽ ഒരു കഥ കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ചോദ്യം കൊണ്ടൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പൊതുവെ ഒരു പ്രസംഗം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാണ് പറയാറുള്ളത്. സോ ഒരു കഥ കൊണ്ട് ഇപ്പം ഞാൻ നേരെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു. ഒരിക്കല് ഒരു രാജ്യത്ത് എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ ഇരിക്കുന്ന എത്ര പേരാണോ ഇരിക്കുന്നത്, ഇവൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് പൊതുവെ ഇങ്ങനെ ആലോചിക്കും. സോ ആ രീതിയിൽ നമ്മൾ തുടങ്ങി, നമ്മളിടക്ക് നമ്മളുടെ സംസാരത്തെ പിന്നെ ആ രീതിയിൽ നമ്മൾ വളരെ പവർഫുൾ ആയി നമ്മൾ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായി. ആ രീതിയിലേക്ക് നമ്മളുടെ സംസാരത്തെ ആ രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ദെൻ ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ. പിന്നീട് ഓരോ പ്രസംഗത്തെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് നമുക്ക് പറയാനുണ്ട്. ഇപ്പം ആശംസാ പ്രസംഗം പലപ്പോഴും പലർക്കും കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിൽ
ആശംസാ പ്രസംഗമായിരിക്കും. ഒരുവിധ ആളുകൾക്കൊക്കെ കിട്ടുന്നൊരു അവസരം എന്ന് പറയുന്ന ആശംസാ പ്രസംഗമായിരിക്കും. ആശംസാ പ്രസംഗത്തെ വളരെ വലിയ എന്തോ സംഭവമായി കൊണ്ട് നടക്കുന്ന ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ആശംസാ പ്രസംഗത്തിന് വിളിച്ചു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്ന ചില പരിപാടികൾ, അതിൽ ആശംസാ പ്രസംഗത്തിന്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ലിസ്റ്റ് ആയിരിക്കും. ഒരു 10-15 ആളുകൾ ഉണ്ടാവും. ഓരോരുത്തരെയും വിളിക്കുന്ന സമയത്ത് അവര് പിന്നെ അവിടുന്ന് വിഷയ അവതരണം നടത്തി ചിലപ്പോ 10 മിനിറ്റും ചിലപ്പോ 15 മിനിറ്റും ഒരു ആശംസാ പ്രസംഗം നീണ്ടുപോകും. അവിടെ മുമ്പിലിരിക്കുന്നവന്റെ അവസ്ഥ അവന് മാത്രമേ അറിയുള്ളൂ. ഇതെങ്ങനെങ്കിലും ഒന്ന് നിർത്തിപ്പോയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അവൻ മാറും. സോ ആശംസാ പ്രസംഗം എന്ന് പറയുന്നത് തന്നെ നിങ്ങളെ ജസ്റ്റ് പരിഗണിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളോട് അല്ലാതെ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങള് വിശദീകരിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയെ അല്ല ആശംസാ പ്രസംഗം എന്ന് പറയുന്നത്. നിങ്ങളെ പരിഗണിച്ചു എന്ന് അവർ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സത്യത്തിൽ. സോ ആശംസാ പ്രസംഗത്തിന് കയറിയിട്ട് നമ്മൾ ഒരിക്കലും ആ കാര്യങ്ങളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത്. എന്നിട്ടോ ഇത്രയും പറഞ്ഞിട്ട് അവസാനമുള്ളത് എന്താന്ന് വെച്ചാൽ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. എന്തിനാ ആ മഖ്ലൂക്കിനെ വിളിച്ചത് എന്നുള്ളത് ആ മഖ്ലൂക്ക് മറന്നുപോയിട്ടുണ്ടാവും. ആശംസാ പ്രസംഗത്തിനാണോ വിളിച്ചത് ഓർമ്മയില്ല, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, പോയിട്ടുണ്ട്. ആശംസാ പ്രസംഗത്തിന് വിളിച്ചാൽ നമുക്ക് ആശംസാ പ്രസംഗത്തിന് ആശംസാ പ്രസംഗം നടത്തി പോരണം. അപൂർവം ചില ഇടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്യാൻ മറന്നു പോകുന്ന ആളുകൾ. വലിയ ആളുകൾ എന്നുള്ളതല്ല, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന വളരെ കുഞ്ഞു പ്രോഗ്രാമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രസംഗിച്ച് തുടങ്ങുന്ന അതൊരു കുറ്റമൊന്നുമല്ല, പക്ഷെ അത് നമ്മളെ മാറ്റിയെടുക്കേണ്ടതാണ്. മാറ്റിയെടുക്കാൻ നമുക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അവസരങ്ങളാണ് നമുക്ക് വേണ്ടത്. പക്ഷേ അപ്പോഴും ഉള്ള പ്രശ്നം ഇതാണ്, നമ്മുടെ നാട്ടിലുള്ള അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ചിരിക്കുന്ന ഓഡിയൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തക്കത്തോണം അതിനെ വേറൊരു രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുക, പോസിറ്റീവ് അല്ലാത്ത രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാനായിരിക്കും ആളുകൾ ഉണ്ടാവുക. അത് മാറിയിട്ട് നമ്മളെ പോസിറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റുകൾ പറഞ്ഞു തരുന്ന ആളുകളുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് നമുക്ക് അത്തരത്തിൽ നമ്മൾ പ്രസംഗിച്ചു തുടങ്ങേണ്ടതുണ്ട്, പരിശീലിക്കേണ്ടതുണ്ട്. ഉറപ്പായിട്ടും ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഓൺലൈൻ ഈ ക്ലാസ് കഴിഞ്ഞു പോയതുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളത് കൃത്യമായി ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഞങ്ങളും ലൈല മാമും റസീന മാം അടക്കമുള്ള, കവിത മാം, ഷഫീഖ് സാർ അടക്കമുള്ള ആളുകളൊക്കെ ഇരിക്കുന്നത് ഇതിലൊരു കാര്യവുമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പിന്നെ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ഇതില് ഓർമ്മയുള്ള, നിങ്ങളുടെ മനസ്സിലുള്ള ചില പോയിന്റ്സ് എങ്കിലും മനസ്സിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അടുത്ത അവസരത്തിൽ ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റിയാൽ അതിൽ മാറ്റം ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കാര്യം പ്രസംഗം എന്ന് പറയുന്നത് നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തിയറി ക്ലാസ്സിൽ പോയിരിക്കുന്നത് പോലെ തന്നെയാണ്. നീന്താതെ നമുക്ക് പഠിക്കാൻ കഴിയില്ല നീന്തൽ. സോ ആ രീതിയിൽ നമുക്ക് നമ്മളുടെ പ്രസംഗത്തെ നമ്മൾ പരിശീലനത്തിലൂടെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനാദ്യം വേണ്ടത് നമ്മളെ നമുക്ക് പലപ്പോഴും നമ്മൾ സ്റ്റേജിൽ കയറാനുള്ള നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മുമ്പിലുള്ള ആളുകൾ എങ്ങനെ അത് എടുക്കും എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ സമയം 8:22 എനിക്കറിയാം ഈ ക്ലോക്ക് ഇല്ലെങ്കിലും, ഈ മുമ്പില് നമ്മളുടെ സിസ്റ്റത്തിൽ ഈ സമയം കാണിക്കുന്നില്ലെങ്കിലും എനിക്കറിയാം 8:22 8:25 മുമ്പായിട്ട് ഞാൻ എന്റെ പ്രസംഗത്തെ നിർത്തണം എന്നുള്ളത്. അരമണിക്കൂർ പരിപാടിയില് സ്വാഗതം പറയുന്ന ആൾ 20 മിനിറ്റ് സംസാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സോ നമ്മള് സമയത്തെ നമ്മൾ കൃത്യമായി അറിയേണ്ടതുണ്ട്. ഞാൻ എത്ര സമയം സംസാരിക്കണം എന്നുള്ളത് കൃത്യമായി നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമ്മളുടെ പ്രസംഗത്തെ നമ്മൾ സ്ട്രക്ചർ ചെയ്യേണ്ടത്. സോ ആ രീതിയിലേക്ക് നമ്മുടെ പ്രസംഗത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഒരു അവസരം നിങ്ങൾക്ക്, പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു അവസരം ഒരുങ്ങുകയാണ്. അതിനെപ്പറ്റി കവിത മാം പറയും. സോ താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് റെട്ടോറിയ എജു ഹബ്ബ് നടത്തുന്ന ഈ ഒരു ഓൺലൈൻ പരിപാടിയിൽ നമ്മൾ വരിക എന്ന് പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ അതൊരു പ്രിവിലേജ് കൂടിയാണ്. പൊതുവെ ഓൺലൈൻ ക്ലാസ്സുകളിൽ
ക്ലാസ് എടുക്കാൻ വലിയ താല്പര്യം ഇല്ലാത്ത ഒരാള് ആണ് ഞാൻ പൊതുവെ. എന്നിരുന്നാലും ഇപ്പം കുറെ നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെ കുറെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്ന ചില ഓൺലൈൻ പ്രോഗ്രാമുകൾ നമ്മൾ ഒഴിവാക്കാറില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാള് എന്നുള്ളതായിരിക്കും. സോ റിട്ടോറിയയുടെ ഈ ഒരു ഇതിൽ വന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു പ്രിവിലേജ് തന്നെയാണ്. ഇനിയും എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഏകദേശം 10-25 ആളുകൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഓഫ്ലൈനിൽ നമുക്ക് കാണാനും ഓഫ്ലൈനിൽ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സോ അതിനുള്ള അവസരം ഒരുങ്ങുന്നുണ്ട്. സോ വെയിറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് താഹിർ സർ. താഹിർ സാർ സംസാരിച്ചതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒരു സംഭവമുണ്ട്. എന്താണത്? ഫീഡ്ബാക്ക്, ഇംപ്രൂവ്മെന്റ് ഏരിയ അല്ലേ? നമ്മൾ പൊതുവെ നമ്മളുടെ ജീവിതത്തിൽ മേ ബി വിൽ ഹാവ് ഓൺലി 2 കാറ്റഗറി ഓഫ് പീപ്പിൾ. ഒരു കാറ്റഗറി പറയും, ലൈല യു ആർ ദ ബെസ്റ്റ്, പെർഫെക്റ്റ്, ഒന്നുമില്ല മാറ്റാൻ, നീ എങ്ങനെയാണോ അങ്ങനെ പെർഫെക്റ്റ് ആണ്. മറ്റേ ഭാഗം പറയും, ലൈല നീ എന്തിനാ ഈ പണിക്ക് പോകുന്നത്, നിന്നെ കൊണ്ട് പറ്റില്ലടാ എന്ന് പറയുന്ന ഒരു വിഭാഗം. സോ ഇത് രണ്ടും ഉണ്ടായിട്ട് നമുക്ക് വലിയൊരു കാര്യമില്ല. സോ ആക്ച്വലി വി ഹാവ് ടു നോ അവർ സ്ട്രെങ്ത്, അവർ വീക്ക്നെസ് കൃത്യമായിട്ട് മനസ്സിലാണെങ്കിൽ ഇതേപോലെയുള്ള മെൻറ്റേഴ്സിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ്, ഇല്ലെങ്കിൽ കൃത്യമായ ദ റൈറ്റ് പേഴ്സൺ എന്ന് പറയും, ആ റൈറ്റ് പേഴ്സൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുക വാട്ട് ഈസ് അവർ ഇംപ്രൂവ്മെൻറ്റ് ഏരിയ. എന്ത് ചെയ്താൽ, ഇപ്പം ഞാൻ ഇത്രയൊക്കെ നന്നായിരിക്കും, എന്ത് ചെയ്താലാണ് നമ്മൾ കുറച്ചും കൂടി സൂപ്പർ ആകാന്നുള്ളത് വി ഗെറ്റ് ഇറ്റ് ഫ്രം അവർ മെൻറ്റേഴ്സ്. സോ അതിനുള്ള അവസരമാണ് നിങ്ങൾക്കൊക്കെ വരുന്നത്. സോ സമയം കളയണ്ട, ലെറ്റ്സ് ഗോ ടു അവർ നെക്സ്റ്റ് ഗസ്റ്റ്. ഓക്കെ, ഇനി വരുന്നത് JFD കവിത ബിനേഷ. ഷീ ഈസ് ഓൾസോ ഫ്രം കോഴിക്കോട്. ഷീസ് എൻ enthusiastic trainer. നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിലാവും. ഷീസ് എ റൈറ്റർ. എന്താ പറയാ, ബ്യൂട്ടിഫുൾ. നമുക്ക് ഒരു കവിതയൊക്കെ കേൾക്കാൻ കിട്ടുമായിരിക്കും അല്ലേ? അപ്പോൾ സമയം കളയാതെ വിൽ ഗോ ടു ഹെർ. ഓക്കെ, ഷീസ് ദ പ്രസിഡന്റ് ഓഫ് JCI കോഴിക്കോട് അർബൻ. ഓവർ ടു യു മാം. Very excited to welcome you. Thank you so much for the Thank privilege, Laila ma'am. Thank you, Victoria EduHub. Okay. നമുക്കറിയാം, ഷെഫീഖ് സാറ് പറഞ്ഞതിൽ നിന്നുള്ള ഒരു ചെറിയ പോയിന്റ് തന്നെ വെച്ച് തുടങ്ങാം. അദ്ദേഹം പറഞ്ഞു, ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു 100 ആളുടെ മുന്നിലോ അല്ലെങ്കിൽ ഒരു 1000 ആളുടെ മുന്നിലോ വേദിയിൽ കയറി നിന്ന് സംസാരിക്കുന്നതല്ല. നമ്മളുടെ മുന്നിലുള്ള ഒരു വ്യക്തിയോട് പോലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലും എന്താണ്, ഒരു പബ്ലിക് സ്പീക്കിംഗ് ആണ്. ആക്ച്വലി ഇപ്പം ലൈല മാം പറഞ്ഞ പോലെ തന്നെ കുറച്ച് എന്നെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ തന്നൂലേ, അതേപോലെ ഞാനൊരു ടീച്ചറും കൂടിയായിരുന്നു. അപ്പം ഇപ്പൊ ടീച്ചറായിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ടീച്ചറായിരുന്നു. ആ സമയത്ത് എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മള് ഇതിൽ എത്രത്തോളം പാരന്റ്സ് ഉണ്ട് എന്ന് എനിക്കറിയില്ല. എന്നാലും ഇനിയിപ്പോ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പാരന്റ്സ് ഇപ്പൊ ഒരു സ്കൂളിൽ ഒരു PTA മീറ്റിങ്ങിന് വന്നിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു പാരന്റ് ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ സ്കൂളിൽ ഒരു PTA മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് ഇപ്പൊ ഒരു 40 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ് ആണെങ്കിൽ അതില് 40 ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു 30 പാരന്റ്സ് വന്നു എന്ന് വിചാരിക്കാം. ടീച്ചർ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടാവാം. ക്ലാസ് PTA ആയിരിക്കാം, അല്ലെങ്കിൽ കോമൺ PTA ആയിരിക്കാം. നമുക്ക് ചിലപ്പം വളരെ കോൺഫിഡൻസോട് കൂടി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന, അഭിപ്രായങ്ങൾ വ്യക്തമാക്കി പറയുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ടാവും. പക്ഷെ അവരെക്കാൾ നന്നായിട്ട് നമ്മൾ ഒരു 1000 തവണ നമ്മുടെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് ആ ഒരു സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പറയാനായിട്ട് പറ്റാതെ വരാറുണ്ട്? ഒരുപാട് പേരൻസ് നമുക്കറിയാം, പേഴ്സണലി വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് പറയും. മിസ്സേ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തൂടെ, സ്കൂളിന് അങ്ങനെ, മറ്റേ സ്കൂളുകാർ ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ എന്തുകൊണ്ട് മീറ്റിംഗിൽ പറഞ്ഞില്ല? അയ്യോ അത് മിസ്സേ അത്രയും ആളുകളെ മുന്നിൽ എങ്ങനെയാ നമ്മൾ പറയുക? അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇതുപോലെയുള്ള പല സിറ്റുവേഷൻസും. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു 5 ഹോസ്പിറ്റലിന്റെ HR മാനേജറായിട്ടാണ്. അപ്പൊ നമുക്കറിയാം, ഒരുപാട് സ്റ്റാഫിനെ ഡെയിലി നമ്മൾ കാണുന്നതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന പോലെ തന്നെ ഏറ്റവും പ്രയാസമേറിയ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഉള്ള പ്രയാസമുള്ള ഒരു റിസോഴ്സസ് ആണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു HR മാനേജർ എന്ന് പറയുന്നത് വളരെ ടാസ്ക് പിടിച്ചൊരു ജോലിയാണ്. പുറമേ നിന്നുള്ള ആളുകൾ കാണുമ്പോൾ
വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ വളരെ എന്താണ് ഡെയിലി നമുക്ക് എന്തുണ്ടാവും, ഒരുപാട് ഇഷ്യൂസ് തീർക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ആയി കഴിഞ്ഞ് അതിൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് ഈ ന്യായത്തിന്റെ പുറത്ത് നിൽക്കാനാണല്ലോ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുക. പക്ഷെ പല സന്ദർഭങ്ങളിലും നമ്മൾ ആ ഒരു കോൺവെർസേഷന്റെ എൻഡില് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നു, ഇന്ന ആള് ആണ് റൈറ്റ്, ഇന്ന ആളാണ് റോങ് എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഡിസിഷൻ തെറ്റായിരുന്നു എന്നുള്ളത്. കാരണം പല സത്യങ്ങളും പറയേണ്ട സമയത്ത് പറയാൻ പലർക്കും പറ്റാറില്ല, അല്ലെങ്കിൽ പേടിയാണ്, ഞാൻ ഇതിവിടെ പറഞ്ഞാൽ മറ്റേ ആളെ എന്നെ കുറിച്ച് എന്ത് കരുതും. അങ്ങനത്തെ, അതായത് സ്കൂളിൽ ഇപ്പൊ ഒരു പാരന്റിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഭാഗം ക്ലിയർ ആക്കാൻ പോലും പറ്റാത്തത് പോലും എന്താണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് ആണ്. ആക്ച്വലി നമുക്ക് ഇതിൽ വേണ്ട ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഏതൊരു സബ്ജക്റ്റ് ആണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ആദ്യം തന്നെ വേണം. അതായത് അത്യാവശ്യം നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ, അപ്പൊ നമ്മൾ പറയുന്നത് തെറ്റിപ്പോകോ എന്ന് കരുതിയിട്ടാണല്ലോ പലരും പറയാൻ മടിക്കുന്നത്. അപ്പം ഏതൊരു വിഷയത്തിനെ കുറിച്ച് നമുക്ക് ഏതൊരു സ്പീക്കിംഗ് ആയാലും, പബ്ലിക് സ്പീക്കിംഗ് ആയാലും, ഏത് മീറ്റിങ്ങിലുള്ള പ്രസംഗമോ, നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലുള്ളതായാലും, സ്കൂൾ റീയൂണിയന്റേതാണെങ്കിലും, ഏതിലാണോ നമ്മൾ പോകുന്നത്, ഏത് വിഷയമാണോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചൊരു മുൻധാരണ ഉണ്ടാവണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. ഷെഫി സാർ മുമ്പ് പറഞ്ഞു, ആരും ജന്മന പബ്ലിക് സ്പീക്കർ ആയിട്ടൊന്നും ജനിക്കുന്നില്ല എന്ന്. ശരിയാണല്ലേ, വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ നമുക്ക് അതിയായ ആഗ്രഹവും മതിയായ പരിശീലനം ഉണ്ടെങ്കിൽ ആർക്കും എന്ത് ആവാനായിട്ട് പറ്റും, നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവാനായിട്ട് പറ്റും. നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. താഹിർ പറഞ്ഞ പോലെ തന്നെ അവസരങ്ങള് ഇപ്പൊ താഹിർ പറഞ്ഞ ഒരു എക്സാമ്പിൾ നല്ല ഇഷ്ടമായി. ഞാൻ നല്ലൊരു ബാർബർ ആവണമെങ്കിൽ, ഞാൻ നല്ലൊരു ബാർബർ ആണ് എന്ന് എനിക്ക് തെളിയിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം അല്ലെ? നമ്മൾ വേറൊരു എക്സാമ്പിൾ, നമ്മൾ ലോട്ടറി എനിക്ക് അടിച്ചില്ലേ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലെ? ലോട്ടറി എടുക്കാതെ എനിക്ക് ലോട്ടറി അടിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവസരങ്ങൾ യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നന്നായിട്ട് സംസാരിക്കുക. സ്കൂൾ യൂണിയനോ വാട്സപ്പ് ഗ്രൂപ്പുകളോ ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ആ സ്ഥലങ്ങളിലെല്ലാം അപ്പം ചില ഗ്രൂപ്പുകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടാവും എപ്പോഴും സംസാരിക്കാൻ മാത്രമായിട്ടുള്ള. അങ്ങനെയല്ല, അവരിലേക്കൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, കയറി ചെല്ലുക. നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ അങ്ങനെയുള്ള ചെറിയ ഗ്രൂപ്പുകളിൽ ആദ്യം പറഞ്ഞു ശീലിക്കുക. സ്കൂൾ PTA അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് പ്രിമൈസിൽ വരുന്ന ഇഷ്യൂസുകളിൽ ഇടപെടുക. കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിലുള്ള സംസാരിക്കാനുള്ള കഴിവ് എന്താക്കുക, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വേറെ ഏറ്റവും ആരുടെ ശല്യവും ഇല്ലാതെ നമുക്ക് സംസാരിക്കാനും നമ്മളുടെ പോരായ്മകൾ മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, അത് നമ്മളുടെ വീട് തന്നെയാണ്. നിങ്ങൾക്ക് വീട്ടിലിപ്പോ നിങ്ങളുടെ പാരന്റ്സിന്റെ മുന്നിൽ സംസാരിക്കാൻ മടിയാണെങ്കിൽ, അല്ലെങ്കിൽ സിബ്ലിങ്സ് കേൾക്കോ, സ്പൗസ് കേൾക്കോ, മടിയുള്ള ആള് അങ്ങനെ ഉണ്ട്. ചിലപ്പം ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആരുമില്ലാത്ത സമയത്ത്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് റൂമിൽ കയറുക, വാതിലടയ്ക്കുക, കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എന്താ കയ്യോ കാലോ എന്തൊക്കെ ഇട്ടിട്ട് സംസാരിക്കുക, വലിയ ശബ്ദത്തിൽ അങ്ങോട്ട് സംസാരിക്കുക. പലർക്കും അറിയില്ല എന്ത് അതിമനോഹരമായ ശബ്ദത്തിന്റെ ഉടമകളാണ് നമ്മളിൽ പലരും. നമ്മൾ സംസാരിച്ചു വരുമ്പോൾ നിങ്ങളുടെ മൊബൈലിലെ റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ഓഡിയോ വിടുന്നതല്ലാതെ തന്നെ വേറെ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കുക, ഏതൊരു ബുക്കിന്റെ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കുക. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും, എന്റെ ശബ്ദം ഇത്രയൊക്കെ രസമുണ്ടോ കേൾക്കാൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞത് പബ്ലിക് സ്പീക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഇതെല്ലാമാണ് എന്ത് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ, കുഞ്ഞു മാറ്റങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കുക, കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ ബെസ്റ്റ് സെല്ലറിന്റെ കാര്യം പറയുകയാണെങ്കിൽ, മുമ്പ് ഇവര് രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബിസിനസ്സുകാരെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ജീവിതത്തില് ലൈഫില് വിജയിച്ച സക്സസ് ആയ ബിസിനസ്സുകാരെ നമ്മൾ നേരിട്ട് പോയി ഇന്റർവ്യൂ ചെയ്യാറുണ്ട്. അവരുടെ സ്റ്റോറി നമ്മൾ പബ്ലിക്കിലേക്ക് എത്തിക്കാറുണ്ട്. നമുക്ക് യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവരുടെ സ്ഥാപനങ്ങളിൽ പോയി നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ സ്പീക്കിങ്ങും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കാൻ, സ്ട്രെസ് മാനേജ്മെന്റ് മാറ്റാനുള്ള, അവിടുത്തെ സ്റ്റാഫിനെ ബീയിങ് പ്രൊഫഷണൽ പോലെയുള്ള സബ്ജക്റ്റുകളിലെല്ലാം നമ്മൾ നിരന്തരമായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തു വരുന്ന ഒരു ടീമാണ് ഞങ്ങളത് എന്ന് പറയുന്നത്. സോ നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഷയമായതുകൊണ്ടും നമ്മൾ കാലിക്കറ്റ് ഒരു
കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. അതിൽ നിന്നൊക്കെ ആളുകൾക്ക് മാറ്റം വരുന്നത്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൽ പാർട്ടിസിപ്പൻസ് വളരെ ഹാപ്പിയാണ്. നമ്മളായിട്ടെല്ലാം നന്നായിട്ട് ഇപ്പോഴും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. ആ ഒരു 1 day വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ടും ഇപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മളെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാറുണ്ട്, ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്നത്. പിന്നെ പബ്ലിക് സ്പീക്കിങ്ങിന്റെ വോയിസ് മോഡുലേഷൻ, ഐ കോണ്ടാക്ട്, നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വൊക്കാബുലറി, ഇത്തരം കാര്യങ്ങളെല്ലാം താഹിർ പറഞ്ഞു. അപ്പം നമുക്ക് കൂടുതൽ നമുക്ക് ഈ താഹിർ പറഞ്ഞ പോലെ തന്നെ ഈ ഓൺലൈനിൽ ആളുകൾ കേൾക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു നമുക്കൊരു മടുപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് ഓവറോൾ പബ്ലിക് സ്പീക്കിങ്ങിന്റെ. നമുക്കറിയാം, നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു പ്രോഗ്രാമിന് പോയി നമുക്കൊന്ന് സംസാരിക്കാൻ, ഇപ്പൊ പാരന്റ്സ് മീറ്റിംഗ് തന്നെയാണെന്ന് കരുതുക, നമ്മളൊന്ന് അവിടെ സ്റ്റേജ് കയറി സംസാരിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അത് അനുഭവിച്ച ആളുകൾക്കേ മനസ്സിലാവുള്ളൂ. പിന്നെ നമുക്കുണ്ടല്ലോ, ഞാൻ നന്നായിട്ട് അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ സംസാരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം നമുക്ക് എന്താ പറയാ, സംസാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ വരുന്ന ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു വർക്ക്ഷോപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് കിട്ടും എന്ന് നമ്മൾ വെറുതെ പറയാം അല്ലെ. നമുക്ക് ഏതൊരു സ്ഥാപനത്തിനും നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും നിങ്ങൾ ഇത് ചെയ്താൽ ഇങ്ങനെ കിട്ടും, അങ്ങനെ കിട്ടും എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മളുടെ അനുഭവത്തിൽ നിന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം ഉണ്ടാവുന്ന ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അത് വ്യത്യാസം തന്നെയാണ് അല്ലെ. അതായത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ സ്കൂളിൽ പഠിച്ച കാലഘട്ടത്തില് ഈ മൈക്ക് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പരിസരത്തേക്ക് പോലും പോവാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഭയങ്കര പേടിയാണ്. അസംബ്ലിയിലെല്ലാം എങ്ങാനും എന്തെങ്കിലും വായിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ആ മൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത്രയും ഷെയ്ക്കാണ്. അത് നമ്മുടെ വോയിസിൽ അത് അറിയാനായിട്ട് പറ്റും. അത്രയും എന്തോ ഒരു വലിയ പേടിയുള്ള ഒരു ടൂളായിരുന്നു മൈക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേജിൽ കയറി നമ്മൾ ഗ്രൂപ്പ് ഐറ്റംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഇൻഡിവിജ്വൽ പെർഫോമൻസിന് സ്റ്റേജിന്റെ പരിസരത്തേക്ക് പോയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഞാൻ എങ്ങനെ തരക്കേടില്ലാത്ത രീതിയിൽ ഇപ്പം ദേവഗിരി, ഗുരുവായൂരപ്പൻ കോളേജൊക്കെ പോലെ കാലിക്കറ്റിൽ ഫേമസ് ആയിട്ടുള്ള കോളേജുകളിലൊക്കെ 100-200ഓളം കുട്ടികൾക്ക് മണിക്കൂറുകളോളം നമുക്ക് ക്ലാസ് എടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായത് നമ്മൾ ആദ്യം എനിക്ക് മാറണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നത് കൊണ്ടാണ്. അതിന് വേണ്ടിയിട്ട് എന്താണ് വഴി? അപ്പൊ നമുക്കറിയാം നമുക്ക് ഒരു പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു കോളേജോ ഒന്നും ഇല്ല അല്ലെ, പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിപ്പിക്കുന്നത്. അപ്പം അതിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുകയും ഇത്തരത്തിലുള്ള പബ്ലിക് സ്പീക്കിംഗ് വർക്ക്ഷോപ്പുകൾ പങ്കെടുക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അതിനുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് വർക്ക്ഷോപ്പുകൾ തരുന്ന ഓർഗനൈസേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിലെല്ലാം പോയി പങ്കെടുത്ത് അതിന്റെ ലാഡറിലൂടെ കടന്നു വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും നമുക്ക് കോൺഫിഡൻസോടുകൂടി 4 ആളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു ചെറിയ കഴിവെങ്കിലും കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളിൽ എത്ര പേർക്ക്, ആരെയും എനിക്ക് പേഴ്സണലി അറിയില്ല, നന്നായി ചിലപ്പോൾ ഞങ്ങളെക്കാൾ എല്ലാം സംസാരിക്കാൻ അറിയുന്നവരായിരിക്കാം. എന്നാലും അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ ആദ്യം ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പബ്ലിക് സ്പീക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് എന്ന് തന്നെ നോക്കണ്ട, നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കോൺഫിഡൻസോടുകൂടി മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, ഈവൻ ഹസ്ബൻഡിനോട് പറയേണ്ട കാര്യങ്ങളാവാം, ചിലപ്പോൾ പേടിച്ചിട്ട് പറയാതിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, എനിക്ക് എന്നിൽ ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ബെസ്റ്റ് സെല്ലർ വിക്ടോറിയ എജു ഹബുമായിട്ട് സംയുക്തമായിട്ട് നമ്മൾ 2 ടീമും കൂടെ സംയുക്തമായി ഈ വരുന്ന ജൂലൈ 12-ാം തീയതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള റെയിൻബോ സ്യൂട്ടിൽ വെച്ചിട്ട് ഒരു 1 day വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. താല്പര്യമുള്ള എല്ലാവരും ആ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുക. ലൈല മാം അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. വലിയ സന്തോഷമാണ്, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു
വേറൊരു ടീമുമായിട്ട് കൊളാബ് ചെയ്യുന്നത്. ഇപ്പൊ ലൈല മാമിന്റെ ഒക്കെ ആ ഒരു സ്പീച്ചും അവരുടെ ആ ഒരു പോസിറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ, ആ ഒരു സ്മൈലും ഒക്കെ വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്പം ഇങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ കൂടുതൽ ആളുകളെ നമ്മൾ പരിചയപ്പെട്ട് ഇപ്പൊ ഇത്രയും പാർട്ടിസിപ്പൻസ് നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പൊ നിങ്ങളെയൊക്കെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ. നിങ്ങളിലൊക്കെയുള്ള പേടി ഞങ്ങളാൽ കഴിയുന്ന പോലെ നമ്മൾ എടുത്തു മാറ്റി നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസ്, നിങ്ങൾ അറിയാതെ കിടക്കുന്ന നിങ്ങളുടെ സ്പീക്കിംഗ് സ്കില്ല്, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ കിടക്കുന്ന നിങ്ങളുടെ മനോഹരമായ ശബ്ദം, നിങ്ങൾക്കുള്ള ഒരുപാട് കഴിവുകൾ നമ്മൾ കാണിച്ചു തരും. പിന്നെ നിങ്ങൾക്ക് ഉള്ള എന്തെങ്കിലും കഴിവുകേടുകൾ ഉണ്ടെങ്കിൽ, അതായത് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു തരും. അങ്ങനെയൊക്കെയുള്ള ഒരു വർക്ക്ഷോപ്പാണ്. അപ്പം എല്ലാ പാർട്ടിസിപ്പൻസിനെയും, നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ, നിങ്ങളുടെ ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ +2 10ാം ക്ലാസ്സിലും +2 പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ എന്താണ് വലിയ ഉപകാരമായിരിക്കും. ഇനി നമുക്കറിയാം, നമ്മൾ ആസ് എൻ HR മാനേജർ എന്ന രീതിയിൽ എനിക്കറിയാം എന്റെ മുന്നിൽ വരുന്ന, പ്രത്യേകിച്ച് ഹോസ്പിറ്റലാണ്, അറിയാലോ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സ്റ്റാഫുകളായിരിക്കും അവിടെ, കാൻഡിഡേറ്റ്സ് ആയിരിക്കും ഇന്റർവ്യൂവിന് വരുന്നതെന്ന്. ഈ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് തിരിച്ചു പറയാനുള്ള എന്തില്ല, ആ ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഡേ ടു ഡേ കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളുടെ മക്കള്, വളർന്നു വരുന്ന മക്കള് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്താവട്ടെ, വേറെ ഏത്, ഇപ്പൊ അവരുടെ ഒരു ജോലി സ്ഥലത്താവട്ടെ, അവർ കയറി ചെല്ലുന്ന വീട്ടിലാവട്ടെ, നമ്മളുടെ ഭാഗം ശരിയാണെങ്കിൽ അത് ശരിയാണ് എന്ന് കോൺഫിഡൻസോട് കൂടി പറയാനുള്ള ആ ഒരു തന്റെ ഇടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഈ ഒരു സാധനം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റേജിലും മൈക്ക് ഫിയറോ സ്റ്റേജ് ഫിയറോ ഇല്ലാതെ സംസാരിക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മള് താഹിറും ഷഫീഖ് സാറും ഞാനും ജൂലൈ 12 ഉണ്ടാവും കണ്ണൂര്. സോ നമുക്ക് അവിടെ വെച്ച് കാണാന്ന് വിചാരിക്കുന്നു. ഓവർ ടു ലൈല മാം. താങ്ക് യു മാം, സച്ച് എ സൂതിങ്. കവിത എവിടെ പോയി? യു ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഞങ്ങൾക്ക് എഴുതാനേ അറിയുള്ളൂ. അപ്പൊ എല്ലാവരും വരിക, അന്നത്തെ ദിവസം നമുക്ക് അതൊക്കെ കിട്ടുന്നതായിരിക്കും. ഡോണ്ട് മിസ് ദ ചാൻസ്. അപ്പോൾ എല്ലാവർക്കും ഡേറ്റ് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, ജൂലൈ 12 അറ്റ് കണ്ണൂർ. ഓക്കെ. അപ്പോൾ ഇനി ഇത്രയും നേരം കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ അവസരമാണ്. പാടിയാ Okay. വരാവുന്ന. Thank you, Leila ma'am. താങ്ക് യു സോ മച്ച് സർ. പറയൂ. Because it is a wonderful session, because expression is perfect the man. Shakespeare told that if you want to express something, if you can express, you are the perfect man. So public speaking skill is a important skill you have to expertise. Okay, thank you ma'am. May God bless you to spread this skill to others. Okay, thank you. താങ്ക് യു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ആദ്യമായിട്ട് ഈ സ്കില്ല് പഠിക്കാൻ തുടങ്ങിയത് എന്തിനാണെന്നറിയോ? ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ പേര് സൈലന്റ് ലൈല എന്നാ. നിങ്ങൾക്ക് ഇന്നും വേണമെങ്കിൽ എൻ്റെ കോളേജ് മേറ്റ്സിനോട് ചോദിക്കാം, ഡു യു നോ ലൈല? അവർ പറയും സൈലന്റ് ലൈല അല്ലേ. ഇന്ന് എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വോയിസ് നോട്ടൊക്കെ ഇട്ടപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, ലൈല നിനക്ക് എന്താ പറ്റിയ, നിനക്ക് വളരെയധികം ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ആ കൈൻഡ് ഓഫ് മാറ്റം ഈ ഒറ്റ സ്കില്ല് കൊണ്ടുവന്നു. അനദർ തിങ് വിച്ച് ഐ ക്യാൻ നെവർ ഫോർഗെറ്റ് ഇസ് വാട്ട് യു നോ, എൻ്റെ വോയിസ് കേട്ടിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ മുട്ട ഇങ്ങനെ കെട്ടിത്തരൂലേ, നമുക്കൊരു 10 മുട്ട വേണം 50 മുട്ട വേണം എന്നൊക്കെ കെട്ടിത്തരുന്ന, ഞാനിങ്ങനെ ഈ പച്ചക്കറി ഇന്ന് വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്ന എൻ്റെ വോയിസ് കേട്ടിട്ട് മുട്ട കെട്ടിക്കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾ ഓടി വന്നിട്ട്, ലൈല മാം ആണോ? ഈ വോയിസ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. സോ ദാറ്റ്സ് ദ പവർ ഓഫ് എ വോയിസ്. അപ്പൊ നമ്മളുടെ ഉള്ളിലും ഈ പവർ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ കോളേജിലോ എൻ്റെ സ്കൂളിലോ ആരും പറഞ്ഞു തന്നിട്ടില്ല, മക്കളെ വോയിസിൽ ഇത്രയും പവർ ഉണ്ടെന്ന്. ഞാൻ വിചാരിച്ചു വോയിസ് ഒക്കെ എന്തിനാ, ഇരുന്ന് എഴുതി പഠിച്ചാൽ പോരെ. എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുണ്ട്, ഐ മീൻ എഞ്ചിനീയർ ബേസിക്കലി. പക്ഷെ എഞ്ചിനീയർ ലൈന അല്ലേ എന്ന് പറഞ്ഞ ആരും വന്നില്ല. എൻ്റെ വോയിസ് ഞാൻ എൻ്റെ പാഷനറ്റ് ഏരിയയിൽ യൂസ് ചെയ്തപ്പോഴാണ് വന്ന് ചോദിച്ചത്, ആർ യു ദാറ്റ് ലൈല മാം? സോ ഡോണ്ട് ഫോർഗെറ്റ്, യൂസ് യുവർ വോയിസ്. ഓക്കെ. ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയാൻ? എനിബഡി? ലൈല മാം പറഞ്ഞതുപോലെ ഞാനും ഒരു സമയത്ത് ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിരുന്നു.
ഇത് പഠിച്ചതിന് ശേഷം സൂര്യന് കീഴെയുള്ള എന്തിനെ കുറിച്ചും സംസാരിക്കാനുള്ള കോൺഫിഡന്റാ. ഇപ്പൊ നിർത്തുന്നില്ല. ഇപ്പൊ സത്യം നിർത്തുന്നില്ല. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഫർസാന മാം, യെസ്. ഫർസാന മാം അവർ ഡിയർ സ്റ്റുഡന്റ് ആണ് കേട്ടോ, നമ്മളുടെ ഡിയർ സ്റ്റുഡന്റ് ആണ്. പറയൂ മാം. ഇല്ല മാം, താങ്ക് യു സോ മച്ച് റെറ്റോറിയ എജു ഹബ്. അടിപൊളി സെഷൻ ആയിരുന്നു. ലൈക്ക് ഐ ആം എ ന്യൂറോ മൈൻഡ് സെറ്റ് കോച്ച് ആൻഡ് എ ക്ലൗഡ് എഞ്ചിനീയർ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ സെഷൻസിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫീലിങ്സ്, ലൈക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് എന്താണ് ആവശ്യമുള്ളത്, അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ എന്താ പറയുക, നല്ലൊരു എന്താ പറയുക, നല്ല ടാലൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മളിവിടെ ഇരിക്കുന്ന അത്രയും മൊമെന്റ്സ് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈം എടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഷഫീഖ് സർ ആൻഡ് കവിത മാം. അവരുടെ സെഷൻ അവരുടെ ജേർണി ഷെയർ ചെയ്യുമ്പോൾ ഐ വാസ് ഫീലിംഗ് ലൈക്ക് ഐ വാസ് ഓൾസോ ഏബിൾ ടു റിലേറ്റ് മൈ ജേർണി ആസ് വെൽ. അപ്പോൾ അത്രയും പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന എന്താ വെച്ചാൽ, ലീല മാം പറയുന്ന പോലെ സെഷൻസിൽ ദർ ആർ 2 ടൈപ്സ് ഓഫ് പീപ്പിൾ അല്ലെ, 2 കാറ്റഗറീസ് ഉണ്ട്. ഒരെണ്ണം നമ്മളെപ്പോഴും വലുതാക്കി കാണുന്നവരും, രണ്ടാമത് എന്താ പറയുക, നമ്മളൊന്നും കൊള്ളൂല എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ആൾക്കാർ. പക്ഷെ നമ്മളെ കൊണ്ടുപോയി ഒരു നടുവിലത്തെ ഗ്യാപ്പിൽ ഇടുമ്പോഴാണ് നമ്മൾ എന്താ പറയുക സക്സസ്സും നമ്മൾ ലേണിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ ലേണിംഗ് കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറയാനുള്ള എന്താ വെച്ചാൽ, human beings are not perfect, പക്ഷെ we strive for perfection. Every moment we have to strive for perfection, but we are not perfect. അപ്പോൾ അത് കോൺട്രഡിക്ടറി ആണ്. എന്നാൽ കൂടിയും നമ്മൾ നമ്മുടെ കഴിവിൽ വെച്ചിട്ട് നല്ലപോലെ ചെയ്യുമ്പോഴാണ് അവിടെ സക്സസ് വരുന്നത്. അപ്പോൾ അത് സോ മച്ച് ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ജേർണി. അപ്പോൾ നമ്മളിവിടെ കാൻഡയിൽ വന്നിട്ട് ഇപ്പോൾ 1.5 years ആയി. ഐ വുഡ് ലവ് ടു മീറ്റ് ഓൾ ഓഫ് യു ഗൈസ് ഇൻഷാല്ലാ. ആൻഡ് താങ്ക് യു സോ മച്ച് റെറ്റോറിയ ജുഹബ് ആൻഡ് ബെസ്റ്റ്സെല്ലർ ടീം. നൈസ് ടു മീറ്റ് യു ഓൾ. താങ്ക് യു. താങ്ക് യു ഡിയർ. ഇതാണ് കേട്ടോ ഓൺലൈൻ്റെ പവറാണത്. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് നമ്മളുടെ സ്റ്റുഡൻറ്റും അങ്ങ് കാനഡയിലുള്ളതാ. സോ ദാറ്റ്സ് ദ പവർ ഓഫ് ഓൺലൈൻ ടു. സോ നിങ്ങൾക്ക് ഈ ഒരു സ്കില്ല് നന്നായിട്ട് ഡെവലപ്പ് ചെയ്താൽ പടച്ചോനെ എനിക്കൊന്നും പറയാനില്ല. വേറെ ആരാണ് ഫീഡ്ബാക്ക് തരാന്? ഹലോ, ഞാൻ ഗഫൂറാണ്. പറയൂ സർ. തളിപ്പറമ്പിലുള്ള പറയൂ. റസീന അയച്ചുതരാൻ ഞാൻ ക്ലാസ്സിന് ഇതുവരെ പങ്കെടുക്കാൻ പറ്റിയില്ല. കുറെ പ്രാവശ്യം ഗഫൂർ സാറിനെ കുറിച്ചിട്ട് റസീന മാം എപ്പോഴും പറയും. ഞാൻ പയ്യന്നൂർ സൈഡിലാണ് സർ. അപ്പൊ എന്നോട് പറയും തളിപ്പറമ്പ് അടുത്തല്ലേ. പറയൂ സർ. അല്ല, എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തളിപ്പ എൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ട് കണ്ണൂരിൽ നിന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ ഇരിക്കാൻ പറ്റിയ നല്ല ക്ലാസ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. എന്നാലും ബിസിനസ് ചെയ്യുന്നതിന്റെ ആളുമായിട്ട് കണക്ഷൻ ഒന്നും ഇല്ലല്ലോ, സംസാരിക്കാൻ നിൽക്കൂല. ഇപ്പൊ നിങ്ങളിതിൽ ചേർന്നപ്പോ കുറെ ഐഡിയ കിട്ടി, ഇങ്ങനെ ആളോട് സംസാരിക്കാൻ പറഞ്ഞിട്ട്. തായർ സാർ കുറെ അതിന്റെ ഉദാഹരണ സഹിതം പറഞ്ഞല്ല. അപ്പൊ എന്റെ കൂടെ എന്റെ 2 ഫ്രണ്ട് ഉണ്ട് ഇതിന്റെ ഇപ്പൊ ചേർന്നിട്ടുണ്ട്, കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നല്ല പരിപാടി. എന്റെ എല്ലാ ആശംസകളും ഉണ്ട്. തായർ സാർ ജൂലൈ 12 വരാൻ നോക്കാം. നോക്കരുത്, വരണം. നമുക്ക് നേരിട്ട് കാണണ്ടേ? വൈകുന്നേരം തളിപ്പറമ്പിലേക്ക് കൂടെ പോകുമ്പോൾ നോക്കിയാൽ മതി. ഗഫൂർക്ക കണ്ണൂരിന്റെ കാര്യം ഗഫൂർഖാനങ്ങ് ഏൽപ്പിച്ചു കേട്ടോ. ഓ വേണ്ട കണ്ണൂർക്കാറ്റുണ്ടല്ലോ, ലൈലുണ്ടല്ലോ, മതി. ലൈലുണ്ട്. ലൈലന്റെ കൂടെ ഒരു കട്ടക്ക് സപ്പോർട്ട് ഗഫൂർഖാനെ ഏൽപ്പിച്ചു. ബാക്കി ഞാൻ കണക്ട് ചെയ്തോളാം ഗഫൂർഖാനെ. കണ്ണൂർ ലൊക്കേഷൻ ഏതാണ്? സ്ഥലം എവിടെയാണ്? വെന്യൂ എവിടെയാണ്? റെയിൻബോ സൂട്ട്സ്. ഓക്കെ. റെയിൽവേ സ്റ്റേഷന് കുറച്ചപ്പുറത്താണ്. അതെ. സിദ്ദീഖ് സാർ എന്തോ പറയുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സിദ്ദീഖ് ഗഫൂർക്ക, ഞാനും കണ്ണൂരാണ്. നമുക്ക് കമ്പനി ആവാം അങ്ങനെയാണെങ്കിൽ. കണ്ണൂരോടെ ഗഫൂർക്കാരെ ദോസ്തുകൾ എത്തി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഗഫൂർക്കാരെ ദോസ്തേ അതെ, നമ്മളെ പറ്റിട്ട് റസീനോട് ചോദിച്ചാൽ EFT കുറെ കളിച്ചിട്ട് നിർത്തിയത് അല്ലെ റസീന പറഞ്ഞ? അറിയാം ഗഫൂർക്ക. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ണൂരത്തെ കാര്യം ഞാൻ ഗഫൂർഖാനെങ്കിൽ ഏൽപ്പിച്ചു. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ തരാന്ന് പറഞ്ഞത് അതുകൊണ്ട്, അത് അറിയാവുന്നതുകൊണ്ടാണ് ഗഫൂർക്ക. സിദ്ദീഖ് കണ്ണൂർ എവിടെയാ? കണ്ണൂര് കുറുവാന്ന് പറയും, കണ്ണൂർ സിറ്റി. സിറ്റിയിലല്ലേ? അപ്പൊ അതിനേക്കാളും ബെറ്റർ ആളാണ്, കണ്ണൂർ ടൗൺ തന്നെയുള്ള ആളാണ്. അപ്പം ഞാന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു
പിന്നെ സൈലന്റ് ലൈന മാമിനെ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പ് ത്രൂ, പിന്നെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പേയ്മെന്റ് ഇതുവരെ അയച്ചിട്ടില്ലായിരുന്നു. പോണോ വേണ്ടേ, അന്നേരം എന്തായിരിക്കും തിരക്കായിരിക്കും എന്താണെന്ന് അറിയില്ല. പക്ഷെ ഈ മീറ്റിംഗിൽ ഓൺലൈനിൽ വന്നപ്പോൾ എന്തായാലും പേയ്മെന്റ് കൈയോടെ ഇപ്പൊ അയച്ചിട്ട് ക്ലാസ്സിന് എന്തായാലും അറ്റൻഡ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം വന്നു. മെയിനായിട്ട് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മളെ ബിസിനസ്സിനൊക്കെ അറിയാലോ, മറ്റുള്ള ആളായിട്ടൊക്കെ നമ്മൾ പല ആളായിട്ടൊക്കെ ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരു കാറിന്റെ സർവീസ് സെന്ററിലാണ്. പല ആളായിട്ടും കമ്പനി ആവേണ്ട ആവശ്യമുണ്ട്. അപ്പം പല ആളായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരുന്നുണ്ട്. പല ആളായിട്ട് അങ്ങോട്ട് നമുക്കൊരു പേടിയുടെ ഒരു പ്രശ്നമുണ്ട്. സാർ ഇപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെ കേൾക്കാറുണ്ട് എന്നല്ലേ? അതായത് എനിക്ക് കൂടുതൽ പറഞ്ഞ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പറയല് അതാണ് കുറവാണ്. അതാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും വലിയ പാടായ സംഭവം. സംസാരിക്കാൻ അത് ആർക്കും അത് പറ്റും, നല്ലൊരു ക്വാളിറ്റിയാണ്, അത് കേട്ടിരിക്കാൻ. നല്ലൊരു ക്വാളിറ്റിയാണ്. കീപ് ഇറ്റ് ഓ അപ്പ്. പടച്ചോനെ, ഐ എം സോ ഹാപ്പി ടു സീ യു. കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ കാണാൻ കിട്ടുന്നത്. കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന് പറഞ്ഞാല് പൂവിട്ട് പൂജിക്കണം ഇപ്പൊ. ഇറ്റ്സ് ആൻ അപ്പൊ ഞാൻ അമേസിംഗ് സ്കിൽ. ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അമേസിംഗ് സ്കിൽ. അതെ നിങ്ങൾക്ക് അറിയില്ല, ആർക്കും ഇപ്പൊ കേൾക്കാൻ ഇഷ്ടമൊന്നുമില്ല. നമ്മള് കേട്ടുകൊടുക്കുമ്പോഴാണല്ലോ കൂടുതൽ അറിവ് നമ്മള് സ്വയം യെസ്, അത് ഇത് കിട്ടും. വല്ലപ്പോഴും ഈ 100-ൽ ഒരാൾക്ക് മാത്രമേ അത് മനസ്സിലാവുന്നുള്ളൂ. അതെ. അപ്പൊ യു ഹാവ് ഗോട്ട് ദ ബെസ്റ്റ് സ്കിൽ. ഇനി മറ്റേ സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്താല് പൊളി. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ ഈ വേദികളിൽ മാക്സിമം പാട്ട് പാടാൻ വേണ്ടിട്ട് ഇപ്പൊ കല്യാണ ഫംഗ്ഷനിലൊക്കെ പോയാൽ പാട്ട് പാടേണ്ട ഒരു അവസരം നോക്കിയിട്ട് ഞാൻ സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാട്ട് പാടും. ആ, അങ്ങനൊക്കെ ഞാൻ യൂട്ടിലൈസ് ചെയ്യലുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ആ പേടി മാറി കിട്ടുമല്ലോ. ആ, അതുപോലെ അതൊക്കെ nice. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലേ. വേറെ വേദിയിലൊന്നും പോയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലെ സ്റ്റേജിലൊക്കെ പോയിട്ട് നമുക്ക് പാട്ട് പാടാനുള്ള അവസരം നമ്മൾ ചോദിച്ചു വാങ്ങും. എന്നാലും ഒരു പാട്ടൊക്കെ പാടും. അപ്പൊ നമുക്കൊരു പാട്ട് പാടിയ ശേഷം ഭയങ്കര എനർജി ആയിരിക്കും. കാരണം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറിയിട്ട് ഭയങ്കര കോൺഫിഡൻസ് കിട്ടലുണ്ട്. ഇതുപോലെ പാടിക്കോളൂ. വി ആർ ഓൾസോ റെഡി ടു ഹിയർ. ഒരു പാട്ട് അങ്ങനല്ല, പാടിക്കോ? സ്റ്റേജിൽ അങ്ങനല്ല, അങ്ങനത്തെ അവസരം ഇതാണ് നമ്മളുടെ ഓൺലൈൻ സ്റ്റേജ് പ്ലാറ്റ്ഫോം ആണ് ഇത്. കം ഓൺ, വെൽക്കം. സിദ്ദിഖ് പാട്ട് തുടങ്ങ്, ബാക്കി നമുക്ക് ഇല്ല. കൈമുട്ടുമ്പോൾ അത് മൈക്ക് ഇതൊക്കെ വേണം, എന്നാലും അതൊക്കെ ഒരു ഇത് കിട്ടും. അത് വേണ്ട, വോയിസ് മാത്രം മതി, ഇല്ല മൈക്കില്ലാത്ത വോയിസ്. സിദ്ദിഖ് തുടങ്ങ്. സാരമില്ല, നമുക്ക് പരിപാടിക്ക് അന്ന് പാടാം. കണ്ണൂരിൽ വരുമല്ലോ, അന്ന് വിളിക്കാം പരിപാടി നമുക്ക്. അതെ, സാഹിർ കണ്ണൂർ സാർ, പ്രോഗ്രാമില് സിദ്ദിഖ് സാറിന്റെ പാട്ടുണ്ടാവും ഇൻഷാല്ലാ. തീർച്ചയായും. സാഹിർ സാറിന് എന്തോ പറയാണ്ടെന്ന് തോന്നുന്നു, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അല്ല, ഒന്നുമില്ല സിദ്ദിഖ് സാർ, നിങ്ങള് പാടില്ല വേണ്ട, ശരിക്കും നിങ്ങൾ പറയാ വേണ്ട. പാട്ട് ഒരു എന്റർടൈനിങ് ഏരിയ ആയിട്ട് കൊണ്ടുപോയി കാര്യം നിങ്ങൾക്ക് അത്ര ഹെൽപ്ഫുൾ ആണെന്ന് ഉറപ്പായിട്ടും എനിക്ക് അതിൽ കൂട്ടിച്ചേർക്കാനുള്ള ഒരു കവിത കാര്യം. മാമിന്റെ ഒക്കെ ഒരുപാട് സംസാരം ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ മാക്സിമം ശ്രമിക്കാന്ന് പറയുന്നുണ്ടല്ലോ, അതന്നെ ഒരു പോയിന്റ് നമുക്ക് കിട്ടുമല്ലോ. നമ്മൾ മാക്സിമം പരിശ്രമിക്കുക. പിന്നെ നമ്മുടെ ആ ഒരു ഷൈ ഒക്കെ പോയിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മളായിട്ട് തന്നെ എന്താ പറയണ്ടേ, നമുക്ക് നാണം പാടില്ല എന്നല്ല ശരിക്കും പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ. അതായത് അത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് സംസാരിച്ചോളൂ. നോക്കാണ്ട് ലിസണിങ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വളരെ അപൂർവം ചിലർക്ക് മാത്രമുള്ള ഒരു കഴിവാണ്. അതെന്തായാലും കീപ്പ് ഇറ്റ് അപ്പ്. നമുക്കൊന്നും ഇല്ലാതെ നമ്മളെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പഠിച്ചവരെ ഞാൻ എന്നെ ഒരു നല്ല ലിസണറാക്കണേന്നാണ്. ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്, ഇതില് ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യണം. ബിക്കോസ് ഞങ്ങൾ നേരത്തെ ലൈല മാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബിസിനസ് ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ഏരിയയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. സോ അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവരുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ അവരുടെ പിന്നെ അവരെ തന്നെയോ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും ഒക്കെ അവതരിപ്പിക്കാൻ ഓഫ് കോഴ്സ് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. സോ അത്തരത്തിലുള്ള ആളുകൾ നിർബന്ധമായിട്ടും തന്നെ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. അതിന്റെ കൂടെ ഇപ്പൊ സിദ്ദിഖ് സാറ് പറഞ്ഞപ്പം ഞാനൊന്ന് കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. ഫർസാന മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാല് കൊറേ ലിസൺ ചെയ്യുന്നവരാണ് ഒരു സ്റ്റേജിൽ എല്ലാം കൂടി പൊട്ടി ഒഴുകാൻ പോകുന്നത്. അതാണ് എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നത്. ഇൻഷാല്ലാ. യെസ്, ആദ്യം അതെ, ലിസൺ. ഷെരീഫ മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഷെരീഫ മാം. ഷെരീഫ മാം, ഹലോ. യെസ് മാം, ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെ യു എയിലാണ്, പ്രയറിന്റെ ടൈമാണ്. സൗണ്ട് ഡിസ്റ്റർബ് ആയിരിക്കും വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേൾക്കാം, പറഞ്ഞോളൂ. Anyhow, thank you so much for conducting such a wonderful session and shared me this link.
ഞാൻ ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത്. അതിൽ ഷെഫീഖ് സാറിന്റെ ക്ലാസ് എനിക്ക് മിസ്സായി. തായർ സാറിന്റെ ക്ലാസ് കേട്ടു, കവിത മാമിന്റെ ക്ലാസ് കേട്ടു. തായർ സാറിന്റെ ക്ലാസ്സിൽ പറയുന്നുണ്ടല്ലോ നമ്മൾ സ്വിമ്മിങ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലും സ്വിമ്മിങ് നെ കുറിച്ച് നമ്മൾ ഓൺലൈനിൽ കുറെ കേട്ട് കഴിഞ്ഞിട്ട് പോയി സ്വിം ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ള ആ ഒരു സംഭവം ശരിക്കും എനിക്ക് അന്ന് നമ്മൾ ബാച്ച് 7 സ്റ്റുഡന്റ് ആണ് ഞാൻ റിട്ടോറിയയുടെ. പ്രൗഡ്ലി സേ ദാറ്റ് ഞാൻ ഇപ്പൊ ഈ ഒരു അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് ഉണ്ടാക്കിയത് നമ്മുടെ എന്റെ പ്രിയപ്പെട്ട ലൈല മാമും റസീന മാമും ആണ്. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. വളരെ ശരിയാണ്, ഇതിൽ ഓരോ ടാസ്കുകൾ തരാറുണ്ട്. അത് വണ്ടർഫുൾ ആയി ചെയ്ത സമയത്താണ് എന്തെങ്കിലുമൊക്കെ പ്രസന്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചത്. ഇവിടെ ഞാൻ ചെയ്യുന്ന ഓഫീസുകളിലും എനിക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടി. നിങ്ങൾ പറഞ്ഞ ഓരോ ഐഡിയാസ് ഒക്കെ യൂസ് ചെയ്തു, അവിടെ ഓരോ മാനേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നതിന്റെ അതിന്റെ ഭാഗമായിട്ട് താങ്ക് യു വെരി. ഞാൻ വളരെ സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുകയാണ് ഈ ഒരു വേദി എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ഇത് ഓരോ ദിവസവും പ്രോഗ്രസ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് എന്റെ ഫാമിലി ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഓക്കെ, കവിത മാമിന്റെ ക്ലാസ്സിലും ഷെഫീഖ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ അതൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ കവിത മാം പറഞ്ഞ പോലെ നമ്മളിങ്ങനെ എല്ലാ മേഖലയിലും നമ്മളൊരു പബ്ലിക് സ്പീക്കർ തന്നെയാണ്. ഒരു ക്രൗഡിന്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും മോബിന്റെ ഇടയിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് അതിന്റെ ഒരു പവർ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കേൾവി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ഒരു വലിയ സംഭവമാണ് കേട്ടോ. അവരുടെ പേര് ഞാൻ മറന്നുപോയി. ഒരുപാട് കേട്ട് നമ്മളിങ്ങനെ മനസ്സിലാക്കി വെക്കുമ്പോൾ എവിടെയോ വെച്ച് ഇതൊക്കെ ഇങ്ങോട്ട് പറയുമ്പോൾ ഇത് വലിയൊരു സംഭവം ആയിട്ട് എവിടെയോ ഒന്ന് നല്ലൊരു പ്രാസംഗികരായിട്ട് വരാൻ പോകുന്ന ആളാണ് അദ്ദേഹം. തീർച്ചയായിട്ടും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ ബ്യൂട്ടിഫുൾ ഈവനിങ്. താങ്ക് യു ഷെരീഫ മാം. ഷെരീഫ മാമിന്റെ എനർജിയാണ് മാഷാഅല്ലാ. നമുക്കൊക്കെ കുറെ എനർജി തന്നു. ഇൻഷാല്ലാ ഇനി വേറെ ആരാണ്? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 12-ന് എന്തെങ്കിലും ഗെയിംസ് ഒക്കെ ഉണ്ടോ? അതായത് പബ്ലിക് സ്പീക്ക് അല്ലാണ്ട് എന്റർടൈൻമെന്റ് ആയിട്ട് എന്തെങ്കിലും വെക്കുന്നുണ്ടോ? ഒരു മൊത്തത്തിലെ ആൾക്കാരൊക്കെ ഒന്ന് കമ്പനി ആവാൻ വേണ്ടിട്ടൊക്കെ. ഷുവർ ഐസ് ബ്രേക്കിംഗ് സെഷൻസ് ഉണ്ടാവും. Of course we will go through the activities, not only the theories. So you can നമ്മൾ എന്തായാലും സ്കൂളിൽ ഇരുന്നത് പോലെ ബുക്കും പേപ്പറും എടുത്തിട്ട് യെസ് മാം നോ മാം അങ്ങനെ ചെയ്യൂല. അറിയാത്തോണ്ട് ചോദിക്കാണ്. സെറ്റാകാം. അംബുജാക്ഷൻ സർ പയ്യന്നൂരല്ലേ? വരൂലേ? ഒന്നും പറയുന്ന കേൾക്കുന്നില്ല സാർ. അവിടെ ഇല്ല. എനിത്തിങ് എൽസ്? Ma'am, one more thing I would like to add. എനിക്ക് തോന്നുന്നു ഇതിലിപ്പം ഏകദേശം ഒരു 23 ആള് ഇപ്പൊ ഉണ്ട്, അല്ല 20 ആള് ഇപ്പൊ ഉണ്ട്. We have only 30 seats that should be mentioned. only 30 പേരെ മാത്രമേ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ബിക്കോസ് വരുന്ന ആളുകൾക്ക് മുഴുവൻ ആ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയണം എന്നുള്ളത് കൊണ്ട് നമ്മൾ 30 നമ്മൾ ലിമിറ്റ് ചെയ്യണം. അല്ലാതെ മറ്റു പ്രോഗ്രാമുകളെ പോലെ കുറെ ആളുകൾ വരട്ടെ എന്ന് വിചാരിക്കുന്ന രീതിയിലല്ല. സോ ദാറ്റ് 30 എന്ന് പറയുന്നത് അത് പ്രിസൈസ് ആണ്. സോ മേക്ക് ഇറ്റ്. കാരണം ഇവിടെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം. ഓരോരാളുടെ ഇംപ്രൂവ്മെന്റ് ഏരിയ, ഓരോരാളുടെ ബോഡി ലാംഗ്വേജ്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ മേ ബി അതിലത്തെ 3 ആളുടെ മാത്രമേ നമുക്ക് ചിലപ്പോൾ കണ്ണിപ്പെടും, ബാക്കിയുള്ളവരെ കണ്ണിപ്പെടാണ്ടാവും. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ സ്മോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ നമ്മൾ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്ക് അറിയാം, നമ്മളൊരു ബാച്ചിൽ അത്ര സ്റ്റുഡൻസിന് മാത്രമേ എടുക്കാറുള്ളൂ. കാരണം സൂമിലായാലും ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദിയർ ബോഡി ലാംഗ്വേജസ് നമ്മൾ വെരി സ്മോൾ ഗ്രൂപ്പിനെ മാത്രമേ എടുക്കാറുള്ളൂ ഓരോ ബാച്ചിൽ. എവരിബഡി നോ ദാറ്റ്. ആയിഷ മാം യെസ്. ഫീ ഡീറ്റെയിൽസ് വരുന്നത് നമ്മളുടെ സെഷന് വരുന്നത് 1500 രൂപയാണ്. 1 whole day 9 to 5 ആയിരിക്കും. പ്ലസ് 1 month ഫോളോ അപ്പ് ഉണ്ടാവും വാട്സാപ്പ് ത്രൂ. ഓക്കെ. ഷഹബാനത്ത് കണ്ണൂരാണല്ലോ. ഫോളോ അപ്പ് നമ്മൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ എല്ലാം പഠിച്ച് അങ്ങ് തലപ്പത്തെത്തല്ലോ. നമ്മൾ എന്തൊക്കെയോ പഠിച്ചു, അത് നമ്മൾ ഇങ്ങനെ സ്കില്ലിങ്ങനെ ചെയ്ത് പഠിക്കണം. യെസ്. നിങ്ങൾ ഇന്നലെ എന്താ പഠിച്ചത്, നാളെ രാവിലെ ഉറങ്ങി എണീറ്റ് നല്ല രീതിയിൽ കുളിച്ച് കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകും. അപ്പൊ നമ്മൾ നിങ്ങളെ മറക്കാൻ വിടൂല. അതാണ് ബേസിക്കലി. ക്ലാസ് ഉണ്ടാവോ? അതുപോലെ 1 month ഫോളോ അപ്പ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റെക്ടോറിയൽ ഇങ്ങനെ കയറി വരിക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ലാസ് കിട്ടും.
അതല്ല, അതായത് ഫീസ് ഈ എത്രയായിരുന്നു 12-ാം മാഡം? തീയതി വെക്കുന്ന പോലെ നമ്മള് ഡയറക്റ്റ് 1500 നിയാസ് സാറേ. ഫീസ് എത്ര പറഞ്ഞത്? 1000. 1500. ഓക്കെ ഓക്കെ മാം, ഞാൻ വരാം. ഓക്കെ, ഷഹബാൻ ഞാൻ വരുന്നത് നിങ്ങളെയൊക്കെ പരിചയപ്പെടാനാണ്. അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട് എന്ന് അല്ല വിശ്വസിക്കുന്ന ഒരാളാണ്. സാറ് നിങ്ങളൊക്കെ വന്നിട്ട് വേണം ആ സംസാരം കുറച്ചൊന്ന് കുറക്കാൻ. അതായിരിക്കും നമുക്ക് ടാസ്ക് അവിടെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഷഹബാനത്ത്, Yes, ma'am. നമ്മളുടെ ഷഹബാനത്ത് മാം ഉണ്ടല്ലേ? അതെ അതെ അതെ. ആ പറയൂ, എവിടെയാണിപ്പോ? ഞാനിവിടെ തലപ്പുമ്പ തന്നെയാണ്. ദേ, ഇൻഷാല്ലാ എനിക്ക് ആഗ്രഹമുണ്ട്. ഗഫൂർ കാ ദോസ്ത് പോയോ? ഇല്ല, പോയോ? തളിപ്പറമ്പിൽ ഇതേ കുറെ ആളെത്തി. ഗഫൂർ കാ ഗഫൂർഖാനെ ഈ അടുത്താളെത്തി. സ്കൂളിലുള്ളതല്ലേ അറിയാ. അറിയാ റഹീമൻ അറിയില്ലേ? റഹീമ ഞാൻ ആ എത്തിയ നേരെ പുഷ്പരിയില്ലേ? മുസ്തഫാന്റെ ഭാര്യ. അല്ല പുഷ്പരിയല്ലേ? പുഷ്പേര്. നീ എവിടെ താമസിക്കുന്നത്? ഗഫൂർഖാന്റെ അയൽവാസിയാ. എന്റെ ചാത്ത. തീർന്നു. ഇനി ഗഫൂർ കാക്ക് അതാണ് വരാതിരിക്കാൻ ഞാൻ പറഞ്ഞത്. കണ്ണൂരത്തെ കാര്യം പിന്നെ ആരെയും നോക്കണ്ട, ഗഫൂർ ഖാനെ ഏൽപ്പിച്ചാൽ മതി. ആദ്യം പറഞ്ഞ അതാണ്. സിദ്ദിഖ ഫസ്റ്റ്. സിദ്ദിഖ, ഗഫൂർ ഖാ കൂടെ ശബാനത്തിനെ കൂടെ കൂട്ടാം. ലൈലമ്മയുടെ പയ്യന്നൂരുടെ താമസിക്കുന്നത്? ഞാന് കറക്റ്റ് സ്ഥലം ഞാൻ പയ്യന്നൂരിന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പൊ തളിപ്പറമ്പുകാർക്ക് കറക്റ്റ് മനസ്സിലാവും. ഞാൻ പിലാത്രയാണ്. ഓ എന്റെ അടുത്തല്ലേ? അടുത്തന്നെ. ജസ്റ്റ് ആ വളമൊന്ന് തിരികെ വേണ്ട അവിടെ എത്താൻ. മെഡിക്കൽ കോളേജിന് പിലാത്ര. യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? അപ്പോ നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് എന്റെ പ്രിയ സുഹൃത്ത്, എന്റെ എല്ലാമായ റസീന മാമിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു ലൈല, ആൻഡ് താങ്ക് യു ദ ഹോൾ ടീം. ഇനിയൊരു വോട്ട് ഓഫ് താങ്ക്സിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഏതൊരു സെഷനിലും ഈ വോട്ട് ഓഫ് താങ്ക്സ് എന്ന് പറയുമ്പോൾ, ഈ വോട്ട് ഓഫ് താങ്ക്സ് ആകുമ്പോഴത്തേക്ക് അറൌണ്ട് 30-35 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. സംസാരിച്ച് ഒരു മെയിൻ സെഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു കൊഴിഞ്ഞു പോക്കാണ്. എനിവേ, മാസ്റ്റർ ദ ആർട്ട് ഓഫ് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ 2-3 പേര്, നമ്മുടെ ഷഫീഖ് സാറ്, താഹിർ സാറ്, കവിത മാം ഒക്കെ കൂടിയിട്ട് നല്ല ഒരു പ്രസന്റേഷനും അത് എൻജോയ് ചെയ്ത്, അതിനേക്കാൾ ഏറെ അതിനുശേഷം അടിപൊളി ഫീഡ്ബാക്കും ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്ന വിശ്വസിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സംസാരം എന്ന് പറഞ്ഞാല് ഒരു കഴിവ് എന്നുള്ളതിന് അപ്പുറത്തേക്ക് അതൊരു അനുഗ്രഹം തന്നെയാണ്. സംസാരിക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാല് അത്. പക്ഷെ ചില ആളുകൾ സംസാരിക്കുമ്പോൾ, ഇവിടുത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചില ആളുകൾ സംസാരിക്കുമ്പോൾ അതൊരു കലയായിട്ട് മാറാറുണ്ട് അല്ലേ? അതാണ് ആർട്ട് ഓഫ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ സംസാരം വേറെ ഈസ്, അത് ഒരു മെയിൻ സ്റ്റേജ് തന്നെ ആവണമെന്നില്ല. നമ്മളൊരു പാർട്ട്ണറിന്റെ അടുത്താണെങ്കിൽ പോലും ടു മേക്ക് ഇറ്റ് ഇസ് ആൻ ആർട്ട്, ഒരു ആർട്ടാക്കി മാറ്റാൻ വേണ്ടി, ആ ഒരു കല പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങളെയൊക്കെ ഇവര് കണ്ണൂരിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വെൽക്കം സ്പീച്ച് പറഞ്ഞ നമ്മുടെ ത്രൂ ദ ഹോൾ പ്രോഗ്രാമിന്റെ ആങ്കറിംഗ് റോൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള റെറ്റോറിയയുടെ കോ ഫൗണ്ടർ ആയിട്ടുള്ള, പേഴ്സണൽ ഇമ്പാക്ട് കോച്ച് ആയിട്ടുള്ള, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള നമ്മുടെ ലൈല മാമിനെ തന്നെ വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ലൈല, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമ്മളോട് സംസാരിച്ചിട്ടുള്ള ഇന്റർനാഷണൽ ട്രെയിനർ ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ തൗസൻഡ്സ് ഓഫ് സ്റ്റേജ് ട്രെയിനിങ് സെഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള, പബ്ലിക് സ്പീക്കിംഗ് മേഖലയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കണ്ണൂരിൽ വെച്ച് നിങ്ങൾ കാണാൻ പോകുന്ന വൺ ഓഫ് ദ മെയിൻ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ഷഫീഖ് കത്തരമൽ, അദ്ദേഹത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഷഫീഖ് സർ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ടു ദ മെയിൻ സ്പീക്കർ. നമുക്ക് ആ ടോപ്പിക് പ്രസന്റേഷൻ നടത്തിയിട്ടുള്ള ഹാൻഡ് ജെസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കണം, ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, വോയിസ് മോഡുലേഷൻ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ ഒരുപാട് എക്സാമ്പിൾസിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, ഒരുപാട് കാലമായി ട്രെയിനിങ് ഫീൽഡിലുള്ള JCI ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ താഹിർ സാറ്. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിനും ഞാൻ ഐ എക്സ്പ്രസ് മൈ സിൻസിയർ താങ്ക്ഫുൾനെസ്. താഹിർ സർ, താങ്ക് യു സോ മച്ച്. ഇനിയുള്ളത് നമുക്കറിയാം, നിങ്ങളിവിടെ ഇങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത് ഒരു കവിത പോലെ മനോഹരമായ ശബ്ദത്തിൽ, ഒരു കവിത പോലെ വാക്കുകളിലൂടെ അല്ലെ, ആ രീതിയിൽ നമ്മളോട് സംസാരിച്ച നമ്മുടെ കവിത മാം അല്ലേ? കവിത മാം HR ആണ്, 5 ഹോസ്പിറ്റലിന്റെ പറഞ്ഞിട്ടുള്ളത്, 5 ഹോസ്പിറ്റലിന്റെ HR ആണ്. കവിത മാം പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അതിയായ ആഗ്രഹവും മതിയായ പരിശീലനവും. ഇത് നിങ്ങൾ മറക്കരുത് കേട്ടോ. 2 കാര്യങ്ങളാണ്, അതിയായ ആഗ്രഹവും മതിയായ പരിശീലനവും. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നമുക്ക് ഏത് മേഖലയിലും നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഇതിലേക്ക് നമുക്ക് എത്താൻ, ഒരു പെർഫെക്ഷനിലേക്ക് നമ്മൾ എത്താൻ കഴിയുക.
ഒരു പരിശീലനം മാത്രം പോരാ, ആഗ്രഹവും മാത്രം പോരാ, രണ്ടും കൂടെ ഒരേ രീതിയിൽ ഇങ്ങോട്ട് മിക്സ് ആയി വരുമ്പോഴാണ്. അപ്പൊ അത് മറക്കരുത്. ആ രീതിയിൽ ആ ഒരു നമുക്ക് തന്നിട്ടുള്ള നല്ലൊരു സെഷൻ തന്നിട്ടുള്ള കവിത മാമിനും എന്താ പറയാ, പിന്നെ പ്രസിഡന്റ് ഓഫ് JCI കാലിക്കറ്റ് urban ആണ് കവിത മാമിനും മൈ ഹാർട്ട് ഫെൽ ഗ്രാറ്റിറ്റ്യൂഡ്. അതേപോലെ തന്നെ ഏതൊരു സെഷൻ നമ്മൾ എപ്പോൾ വെബിനാർ വെച്ചാലും ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് നമ്മുടെ കൂടെ ഉണ്ടാവാറില്ല, ഇടയ്ക്ക് കയറി വരാറില്ല, ഇടയ്ക്ക് ഇറങ്ങി പോവാറില്ല, പിന്നെ നമ്മളെ കൂടെ ഉണ്ടാവാറില്ല. ഒരുപാട് ഫീഡ്ബാക്ക് പറഞ്ഞു നമ്മുടെ ഗഫൂർ ഖാൻ, സിദ്ദിഖ് സാറ്, അതേപോലെ തന്നെ നിയാസ് സാറ്, ഷെരീഫ മാം, സംശയങ്ങൾ ചോദിച്ച, ഫീഡ്ബാക്ക് തന്ന എല്ലാവർക്കും ഇത്രയും സമയം വിത്ത് ഗ്രേറ്റ് പേഷ്യൻസ്, കാരണം നിങ്ങളുടെ 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വാല്യുബിൾ. അത് ഞങ്ങൾ ശരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ച ഞങ്ങളുടെ ഓഡിയൻസ് ആയി. കാരണം ഓഡിയൻസ് ഇല്ലെങ്കിൽ പിന്നെ തലയില്ലെങ്കിൽ വെട്ടിപ്പടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ, ബാർബറാകാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ, ഇവിടെ നിങ്ങൾ ഓഡിയൻസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു വാക്ക് പോലും ഇവിടെ പറയാൻ കഴിയില്ല. അപ്പൊ നിങ്ങളാണ് ഞങ്ങളുടെ പവർ. നിങ്ങൾക്കും റെറ്റോറിയയുടെ പേരിൽ, ബെസ്റ്റ് സെല്ലറിന്റെ പേരിൽ ഫ്രം ദ ഹാർട്ട് സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്ഫുൾനെസ് അറിയിക്കാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. താങ്ക് യു ഓൾ. അപ്പൊ നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ അല്ലേ? എല്ലാവരും സെറ്റ് അല്ലേ? കണ്ണൂർ പ്രോഗ്രാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയാം, ലൈലയുടെ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിലെ അഡ്മിൻസിനെ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ. ഓൺ ദാറ്റ് നോട്ട്, ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ സെഷൻ. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. ഹാവ് എ സ്വീറ്റ് ഡ്രീം. Thank you, dears. Good night.